നമ്മുടെ ചെയ്തികൾ കൊണ്ടോ നമ്മളൊന്നും അറിയാതെയോ നമുക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വരാം. 30,000 രൂപ ശമ്പളമുള്ള ഒരാളുടെ അക്കൗണ്ടിലേക്ക് കയറി ഇറങ്ങുമ്പോഴത്തേക്ക് എന്തിനാണെന്നുള്ള ന്യായമായ സംശയം വന്നേക്കാം. 30 ലക്ഷത്തിന് മുകളിലുള്ള എല്ലാ ആധാരങ്ങളും സബ് രജിസ്ട്രാർ വസ്തു വിൽക്കുന്ന ആളുടെയും വാങ്ങിക്കുന്ന ആളുടെയും പാനും ആധാറും ഉൾപ്പെടെയാണ് ആധാരം നടക്കുന്നത്. CDM കൂടെ ബാങ്കിൽ കൂടെ ക്യാഷ് ഇടും. എന്നിട്ട് അത് ഈ പറഞ്ഞ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ചിട്ടി പിടിച്ച പൈസ അല്ലെങ്കിൽ ലോൺ എടുത്ത പൈസ പുറത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഷെയർ മാർക്കറ്റിലെ സെയില് പർച്ചേസ്, അതിനകത്ത് സെയിലിനകത്ത് വരുന്ന ലാഭം 40 ലക്ഷത്തിന് കാറ് വാങ്ങിച്ചു, അതിന്റെ GST എടുത്തു. ഇൻട്രസ്റ്റും പെനാൽറ്റീസും ഒക്കെ തന്നെയാണ് അതിന്റെ എൻഡ് റിസൾട്ട്. ഈ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട നിർബന്ധമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. സാർ, ആരാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാല് ICAI എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനത്തിലെ മെമ്പേഴ്സ് ആണ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്. ICAI എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു ആക്ട് പ്രകാരം നിലവിൽ വന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇതാണ് നമ്മുടെ റെഗുലേറ്ററി ബോഡി. ICAI ആണ് നമ്മുടെ CA സ്കീം തീരുമാനിക്കുന്നതും അതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നതും കോഴ്സ് തീരുമാനിക്കുന്നതെല്ലാം. അന്നേരം CA ഫൈനൽ ലെവൽ എക്സാം പാസ്സായി അതിനോടനുബന്ധിച്ചുള്ള ആർട്ടിക്കിൾഷിപ്പ്, അതിനോടനുബന്ധിച്ചുള്ള മറ്റുള്ള കോഴ്സുകളൊക്കെ കഴിഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ മെമ്പർഷിപ്പ് കിട്ടുന്നവരെയാണ് പൊതുവെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു CA ഒരു ജോലി പറയാനാണെങ്കിൽ ലളിതമായ രീതിയിൽ സാറെന്ന് പറയാൻ പറ്റുമോ? അത് ലളിതമായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവെ അറിയപ്പെടുന്ന ടാക്സ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണെന്നാണ്. പക്ഷെ ടാക്സ് മാത്രമല്ല, നമ്മൾ ഫിനാൻഷ്യൽ അഡ്വൈസ് കൊടുക്കാറുണ്ട്. അതുപോലെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പോലും ഈ നിയമങ്ങൾ വർഷാവർഷം മാറുന്നുണ്ട്. നമ്മൾ കേൾക്കുന്നുണ്ട് ബഡ്ജറ്റ് വരുന്നതും കേൾക്കുന്നുണ്ട്. ബഡ്ജറ്റ് വരുമ്പോഴും GST കൗൺസിൽ കൂടുമ്പോഴും ഒക്കെയാണ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ മാറുന്നത്. അന്നേരം വർഷാവർഷം ഉണ്ടാകുന്ന ഈ അപ്ഡേറ്റുകളെ കുറിച്ചിട്ട് നമ്മുടെ ക്ലയൻസിന് പറഞ്ഞു കൊടുക്കുക. പൊതുവിൽ ആർക്കെങ്കിലും ഇതുമായിട്ട് ടാക്സ് സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ടാക്സ് കൺസൾട്ടൻസി അല്ലെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ ടാക്സ് കൺസൾട്ടൻസി ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും അതാണ് ഒരു ഫോക്കസ് ഏരിയ ആയിട്ട് വരുന്നത്. കാരണം നിയമങ്ങൾ ഈ പറഞ്ഞ പോലെ വർഷാവർഷം അപ്ഡേറ്റ് ആകും. ഈ ഇൻകം ടാക്സുമായിട്ട് സംബന്ധിച്ച നിയമങ്ങളാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ബഡ്ജറ്റിലാണത് മാറുന്നത്. ഇപ്പം നിങ്ങൾ റീസെന്റ് കേട്ട് കാണും, ഇൻകം ടാക്സ് ആക്ട് 2025 നിലവിൽ വന്നിട്ടുണ്ട്. അത് അടുത്ത വർഷം മുതൽ അത് പ്രാബല്യത്തിൽ വരും. അന്നേരം അതൊരു ഭയങ്കര മാറ്റമാണ്. ഇതുവരെ നിലവിലുണ്ടായിരുന്ന ഇൻകം ടാക്സ് ആക്ട് 1961 ആയിരുന്നു. ഇപ്പൊ അത് 2025 ആക്ട് ആണ് ഇപ്പൊ നിലവിൽ വരാൻ പോകുന്നത്. അതല്ലെങ്കിൽ പോലും ഓരോ വർഷത്തെയും ബഡ്ജറ്റിനകത്ത് ടാക്സിനകത്ത് പല പല കാര്യങ്ങൾക്കകത്തും മാറ്റം കാണും. ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കുക. ഇതിനകത്ത് ബഡ്ജറ്റിൽ വരുന്ന അപ്ഡേറ്റ്സ് കസ്റ്റമറെ അറിയിക്കുക. GST സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കസ്റ്റമറെ അറിയിക്കുക. പിന്നെ GST ഫയലിംഗ് എന്ന് പറയുന്നത് വർഷത്തിൽ മാസാമാസം ചെയ്യേണ്ട ഇതാണ്. GSTR 1 നമ്മൾ എല്ലാ മാസവും 11-ാം തീയതിക്ക് മുമ്പ് ഫയൽ ചെയ്യണം. GSTR 3B എന്ന് പറയുന്നത് 20-ാം തീയതിക്ക് മുമ്പ് ഫയൽ ചെയ്യണം. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു തിരക്കെന്ന് പറഞ്ഞാൽ GST ലയബിലിറ്റി ശനിയാഴ്ച 14-ാം തീയതിയാണ് ഓട്ടോമാറ്റിക്കലി GST സൈറ്റിൽ ഓട്ടോ പോപ്പുലേറ്റഡ് ആയത്. അന്നേരം അതിന്റെ ലയബിലിറ്റി വർക്ക്ഔട്ട് ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സ് എത്രയാണ് 20-ാം തീയതിക്ക് അടയ്ക്കേണ്ട GST എന്ന് പറഞ്ഞു കൊടുക്കുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്നാലേ അവർക്ക് ഇന്ന് പറഞ്ഞെങ്കിലേ 20-ാം തീയതിക്ക് അവർക്ക് ഫണ്ട് അറേഞ്ച് ചെയ്ത് ആ ഫണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ അവർ GST ചെല്ലാൻ അയച്ചു കൊടുക്കുമ്പോൾ അവരത് അടയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഈ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് റെഗുലേറ്റർ ആണെന്ന് പറഞ്ഞത്, ഞങ്ങളുടെ പ്രൊഫഷണൽ റെഗുലേറ്റർ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അന്നേരം ഈ ഡേ ടു ഡേ ഉണ്ടാകുന്ന അപ്ഡേറ്റ്സ്, GST കൗൺസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണെങ്കിലും ബഡ്ജറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണെങ്കിലും അല്ല നിയമങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ എഡ്യൂക്കേഷനിൽ കൂടെ CPയിൽ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോക്കൽ റീജിയണൽ SIR സൗത്ത് ഇന്ത്യ റീജിയണൽ കൗൺസിൽ അതിനകത്ത് വരുന്ന, ഇപ്പം നമ്മുടെ പോസ്റ്റ് ഓഫീസ് വെച്ച് നോക്കുമ്പോൾ ആലപ്പുഴയാണ് ചാപ്റ്റർ. ആലപ്പുഴ ചാപ്റ്റർ അല്ലെങ്കിൽ കോട്ടയം ചാപ്റ്റർ നമുക്ക് വേണ്ടിയിട്ടുള്ള CP സെമിനാർസ് കണ്ടക്ട് ചെയ്യും. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിൻകോഡ് വെച്ചിട്ട് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റവും അടുത്ത ചാപ്റ്റർ. ആരാണ് GST അടയ്ക്കേണ്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ? GST അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിനൊരു ലിമിറ്റ് ഉണ്ട്. ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, സാധനങ്ങൾ വിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ GSTയുടെ ലിമിറ്റ് 40 ലക്ഷമാണ്. 40 ലക്ഷത്തിന് മുകളിൽ ട്രേഡ് ചെയ്യുന്നവർ മാത്രം GST അടച്ചാൽ മതി, നിയമം പറഞ്ഞു. അതേപോലെ തന്നെ സർവീസ് ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ 20 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവർ ഉള്ളവർ ചെയ്താൽ മതി. അതേസമയം തന്നെ ചില പർട്ടിക്കുലർ സാധനങ്ങൾ ഡീൽ ചെയ്യുന്നവർ, ചില ഗുഡ്സ് ഡീൽ ചെയ്യുന്നവർ, അവരുടെ സപ്ലയർ, അതായത് ഇവർ ഈ വസ്തു വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാരുള്ളൂ, അവരുടെ സപ്ലയേഴ്സ് പറയും നിങ്ങൾക്ക് GST ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സപ്ലൈ തരാൻ പറ്റത്തുള്ളൂ. അത് ആ ഇൻഡസ്ട്രിയുടെ ഒരു റെഗുലേഷനാണ്. അതേപോലെ തന്നെ നമുക്ക് ഇത്രയും ടേൺ ഓവർ ഇല്ലെങ്കിൽ പോലും നമുക്ക് വോളണ്ടറി രജിസ്ട്രേഷൻ എടുക്കാം. വോളണ്ടറി GST രജിസ്ട്രേഷൻ എടുത്തവർക്ക് മാത്രമേ GST കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ.
അന്നേരം ആ GST എടുക്കേണ്ടവരെന്ന് പറയുന്നത് GST രജിസ്ട്രേഷൻ ഉള്ള ആൾക്കാരാണ് GST കളക്ട് ചെയ്യേണ്ടത്. ഈ GST എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഈ GST രജിസ്ട്രേഷൻ ഉള്ള ആൾക്കാർ അല്ല ടാക്സ് ബെയർ ചെയ്യുന്നത്, അവരും ബെയർ ചെയ്യുന്നുണ്ട്. അത് കോമ്പൗണ്ടിങ് ചെയ്യുന്നവർ അവരാ ബെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ പോലും ഇതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സിന്റെ അൾട്ടിമേറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് എൻഡ് കസ്റ്റമർ അത് കൊടുക്കുന്നത്. അന്നേരം ഈ എൻഡ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് GST വാങ്ങിച്ച് ഗവൺമെന്റിന് കൊടുക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമേ GST രജിസ്ട്രേഷൻ എടുത്തവർക്കുള്ളൂ. ഈ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട നിർബന്ധമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതിപ്പോ ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ചെയ്യുന്നവര്, അതായത് ഓരോ സംസ്ഥാനത്ത് നിന്ന് വേറൊരു സംസ്ഥാനത്തേക്ക് അവിടുന്ന് സെയിൽ നടത്തുന്നവര്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സെയിൽ നടത്തുന്നവര്, പിന്നെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതായത് ചില ഈവന്റ്സും ചില പരിപാടികൾക്കൊക്കെ വേണ്ടി മാത്രം ഇത് ചെയ്യുന്നവര്, വലിയ വലിയ ഈവന്റുകൾ വരുമ്പോഴത്തേക്ക് മനോരമ ഇത് പരിപാടി കണ്ടിട്ടില്ലേ, മനോരമയുടെ ഹോം അതുപോലത്തെ ഈവന്റുകൾ വരുമ്പോഴത്തേക്കും അന്നേരം മാത്രം ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവര് GST രജിസ്ട്രേഷൻ എടുക്കണം. ചിലപ്പോൾ അവർക്ക് വോളിയം ഭയങ്കരമായിട്ട് ആ ഒരു 2 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 മാസം കൊണ്ട് നടക്കും. പിന്നെ നോൺ റെസിഡന്റുകൾ, ഇന്ത്യക്ക് പുറത്തുള്ളവര് ഇവിടെ എന്തെങ്കിലും ഒരു ട്രേഡ് ഫെയറിനോ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇവർ ഈ രജിസ്ട്രേഷൻ എടുക്കണം. പിന്നെ ഏജന്റുകൾ എടുക്കണം, GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രേഡ് ബിസിനസ്സുകാരുടെ ഏജന്റുകൾ. ഇങ്ങനെ കുറച്ചു പേർക്ക് നിർബന്ധമായിട്ടും GST എടുക്കേണ്ടവരുണ്ട്. നിർബന്ധമായിട്ട് ഈ പറഞ്ഞ പോലെ 40 ലക്ഷത്തിന് മുകളിൽ ട്രേഡിംഗ് ഇൻകം ഉള്ളവരും 20 ലക്ഷത്തിന് മുകളിൽ സർവീസ് ഇൻകം ഉള്ളവരും നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കണം. ഒരു ചെറിയ സ്ഥാപനം തുടങ്ങുന്നതിന് GST രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു ചെറിയ സ്ഥാപനം തുടങ്ങുന്നതിന് GST രജിസ്ട്രേഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ താല്പര്യം. അവരിപ്പം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒത്തിരി ഉള്ളവരായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മെഷീനറിയുടെ ഒക്കെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ താല്പര്യം. ഇപ്പം ഓരോരുത്തരുടെ പെർസെപ്ഷൻ, അതായത് ഈ ചിലപ്പോൾ വണ്ടി വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്ക് പറയും GST നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അത് ശരിക്കും ചില ഇൻഡസ്ട്രീസിനും, ഇപ്പം എല്ലാ ഇൻഡസ്ട്രീസിനും ആ വെഹിക്കിളിന്റെ ഇൻപുട്ട് എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതുപോലെ ഈ ഇനീഷ്യലി ഹെവി മെഷീനറി ഒക്കെ വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. ഇൻപുട്ട് ക്ലെയിം ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻപുട്ട് ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം നമ്മൾ GST അടയ്ക്കുന്നുണ്ടല്ലോ, നമ്മൾ എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും എന്ത് GST ഉണ്ട്. അത് ഒരു GST രജിസ്റ്റേർഡ് കസ്റ്റമർ ആളാണ് വാങ്ങിക്കുന്നതെങ്കിൽ അത് B2B ഇൻവോയ്സ് ആയിട്ട് നമ്മുടെ GSTയിൽ വന്ന ഇൻപുട്ട് കിടക്കും. അതായത് ഇപ്പം 110 എക്സാമ്പിൾ ഞാൻ പറയാം, 18% GST ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ 100 രൂപയ്ക്ക് 18 രൂപ GST ആണ്. 100 രൂപ നമ്മുടെ കോസ്റ്റും 18 രൂപ നമ്മുടെ GST ഇൻപുട്ടുമാണ്. ഇപ്പൊ ഇദ്ദേഹം ഇത് 120 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ 120 രൂപയുടെ 18%, സെയിം റേറ്റ് ആണ് GST. 120 രൂപയുടെ 18% ഔട്ട്പുട്ട്. ഈ ഔട്ട്പുട്ടിനകത്തുനിന്ന് അദ്ദേഹം കൊടുക്കേണ്ട 120 രൂപയുടെ GST ആണ് നെറ്റ് കൊടുക്കേണ്ടി വരുന്നത്. 120 രൂപയുടെ GST എത്രയാണോ അത് അതിനകത്ത് ഈ 18 രൂപ കുറച്ചിട്ട് നെറ്റ് എമൗണ്ട് കൊടുത്താൽ മതി. 100 രൂപയാണ് നമ്മുടെ കോസ്റ്റ്. ഇതേപോലെ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ GST ഇൻപുട്ട് ക്ലെയിം ചെയ്യാനായിട്ട് GST രജിസ്ട്രേഷൻ എടുത്തേ പറ്റൂ. അന്നേരം നമ്മൾ ഹെവി ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ബിസിനസ് തുടങ്ങുന്നു. എന്നിട്ട് അത് ഗ്രാജുവലി അല്ല ഒരു ബിസിനസ് വളരുന്നത്. ചിലപ്പോൾ ആദ്യത്തെ ഒരു വർഷം ടേൺ ഓവർ തന്നെ കാണണമെന്നില്ല. കാരണം ഓരോ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്താണല്ലോ ബിസിനസ് തുടങ്ങുന്നത്. ചിലപ്പോൾ നെക്സ്റ്റ് ഇയറിലായിരിക്കും ബിസിനസ് തുടങ്ങുന്നത്. അന്നേരം നമുക്ക് ഈ ഇൻപുട്ടുകൾ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ എന്തുകൊണ്ടാണ് നമുക്ക് GST എമൗണ്ട് തിരിച്ച് തരാൻ ഉള്ള കാരണം എന്താണ്? തിരിച്ച് ക്ലെയിം ചെയ്തെടുക്കാനുള്ള കാരണം GST ഞാൻ പറഞ്ഞ ഒരു ഫെസിലിറ്റേറ്റർ. GST രജിസ്ട്രേഷൻ ചെയ്യുന്ന ആളെന്ന് പറയുന്ന ഒരു ജസ്റ്റ് ഒരു ഫെസിലിറ്റേറ്റർ. ഇതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ GST 2017 ജൂലൈ 1-ാം തീയതിയാണ് നിലവിൽ വരുന്നത്. അതിനു മുമ്പ് ഈ GSTക്ക് പകരം GST എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. നേരത്തെ ഇത് ഗുഡ്സിന് ഒരു ടാക്സ് ആയിരുന്നു, അതിന് VAT എന്നറിയപ്പെടുമായിരുന്നു. സർവീസിന് സർവീസ് ടാക്സുമായിരുന്നു. അന്നേരം ഇപ്പം കേരളത്തിൽ VAT അടയ്ക്കുന്ന ആള് കേരള VAT ആണ് ചോദിക്കുന്നത്, തമിഴ്നാട്ടിലുള്ള ആള് തമിഴ്നാട് VAT. അന്നേരം ചെക്ക് പോസ്റ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നേരത്തെ ചെക്ക് പോസ്റ്റുകൾ ഈ ഇന്റർ സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ചെക്ക് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. എല്ലാം ടാക്സ് അടച്ച ഗുഡ്സ് ആണോ പോകുന്നതെന്നൊക്കെയുള്ള ചെക്ക് ചെയ്യാനുള്ള ഒരു സംഭവമായിരുന്നു. അന്നേരം ടാക്സിന്റെ പുറത്ത് ടാക്സ് വരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പണ്ടത്തെ സിസ്റ്റത്തിൽ. അതിന് കാസ്കേഡിംഗ് എഫക്ട് എന്നാ പറയുന്നത്. ടാക്സിന്റെ പുറത്ത് ടാക്സ് വരുന്നതിനെ കാസ്കേഡിംഗ് എഫക്ട് എന്നാ പറയുന്നത്. അത് ഒഴിവാക്കാനാണ് ശരിക്കും GST ഒരു വൺ നേഷൻ വൺ ടാക്സ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് കൊണ്ടുവന്നത്. GST ഇന്ത്യ മൊത്തം ഒറ്റ GST ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന് ഇന്ത്യ മൊത്തം ഒരേ റേറ്റ് ഓഫ് GST ആണ്. ആ GSTക്ക് തന്നെ 2 കോമ്പണന്റ് കാണും. ഒന്ന് സെൻട്രൽ GST, സെൻട്രൽ ഗവൺമെന്റ് അവകാശപ്പെട്ട ഒരു GST. പിന്നെ ബാക്കി ഈക്വൽ ആണ്. 18 ആണെന്നുണ്ടെങ്കിൽ 9% സെൻട്രൽ ഗവൺമെന്റ് CGST എന്ന് ഷോർട്ട് ഫോമിൽ അറിയപ്പെടും. സെൻട്രൽ ഗവൺമെന്റ് GST എന്നേ ഉള്ളൂ ഉദ്ദേശം. SGST എന്ന് പറഞ്ഞ് ബാക്കി 9%. ഇതിന്റെ അവകാശികൾ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റാണ്. ഈ SGSTയും CGSTയും കൊടുത്തു വരുന്ന പ്രൊഡക്റ്റ്
നമ്മൾ വിൽക്കുമ്പോഴും SGST CGST നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അത് നെറ്റ് ചെയ്തിട്ട് എത്രയാണോ ഇത് ഈ പറഞ്ഞ പോലെ ഒരു വാല്യൂ ആഡഡ് ടാക്സ് ആണ്. നമ്മളിപ്പം 10 രൂപയ്ക്ക് വാങ്ങിച്ച് 15 രൂപയ്ക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 5 രൂപയുടെ GST ആണ് നമ്മൾ ഗവൺമെന്റിന് കൊടുക്കേണ്ടി വരുന്നത്. അത് ആ വാല്യൂ അഡീഷൻ, ആ ടാക്സ് എന്ന് പറയുന്ന 5 രൂപയ്ക്ക് മാത്രമേ നമ്മൾ ക്യാഷ് ഫ്ലോ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. ബാക്കി ഓൾറെഡി 10 രൂപയുടെ GST നമ്മൾ നമ്മുടെ സപ്ലയർക്ക് കൊടുത്തിട്ടുണ്ട്. ആ GST നമ്മുടെ ഇൻപുട്ട് ആണ്. ഈ 15 രൂപയുടെ GST എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് GST ആണ്, ലയബിലിറ്റി. അതിനകത്തും നമ്മൾ കൊടുത്ത GST കുറച്ചതിന് ശേഷം ബാക്കി മാത്രം അങ്ങോട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ശരിക്കും നെറ്റ് എഫക്റ്റിൽ 5 രൂപയുടെ GST മാത്രമേ ഇയാള് ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്ന ആള് കൊടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാം. അതാണ് ക്ലെയിം ചെയ്യുന്ന സാഹചര്യമാണ് പറഞ്ഞത്. GST അടയ്ക്കുന്ന സമയത്ത് ഞാനിപ്പോ പറഞ്ഞത്, ഞാൻ ഇന്ന് 16-ാം തീയതിയാണ്, 11-ാം തീയതിയാണ് നോർമലി GSTR 1 ഫയൽ ചെയ്യേണ്ടത്. അതായത് ഞാൻ കൊടുത്ത സർവീസസിന്റെ GST അല്ലെങ്കിൽ ഒരാൾ ട്രേഡ് ചെയ്യുമ്പോൾ വിറ്റ സാധനങ്ങളിലെ GST റിട്ടേൺ ഫയൽ ചെയ്യേണ്ട GSTR 1 എന്ന് പറയുന്നത് ഫയൽ ചെയ്യേണ്ട ഡേറ്റ് 11-ാം തീയതിയാണ്. അന്നേരം നമ്മള് B2B ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിൽ നടത്തിയ ആളുടെ GST വെച്ചിട്ടാണ് ഫയൽ ചെയ്യുന്നത്. ഇത് 11-ാം തീയതി ഫയൽ ചെയ്ത് 13-ാം തീയതി 14-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ബയറുടെ പ്രൊഫൈലിൽ വന്ന് ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് കിടക്കും. അന്നേരം എന്റെ സെയിൽസ് എത്രയാണോ അതിന്റെ മൊത്തം ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് പലർക്ക് സ്പ്രെഡ് ആയി പോകേണ്ടതാണ്. ഇത് പലർക്ക് സ്പ്രെഡായി അവരുടെ പ്രൊഫൈലിൽ വന്ന് കിടക്കും. അവരും ഇതോടൊപ്പം തന്നെ അവരുടെ സെയിൽസും കൊടുത്തിട്ടുണ്ട്. അന്നേരം സെയിൽസിൽ എത്രയാണോ ലയബിലിറ്റി, അതിനകത്ത് നിന്ന് അവർ പർച്ചേസ് ചെയ്തപ്പോൾ കിട്ടിയ ഇൻപുട്ട് എത്രയാണോ അത് സബ്ട്രാക്ട് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് മാത്രം ക്യാഷ് ആയിട്ട് പേ ചെയ്താൽ മതി. വാല്യൂ ആഡഡ്, ഞാൻ ആ വാക്കാണ് അതിനകത്ത്, വാല്യൂ ആഡഡ് ടാക്സ് ആണ് ഇത്. ശരി, ഇപ്പം പറഞ്ഞില്ലേ GST വരുന്നതിന് മുമ്പ് VAT ആയിരുന്നു ഉണ്ടായിരുന്നത്. വാല്യൂ ആഡഡ് ടാക്സ് എന്ന് അതിന്റെ പേര്. അത് നമ്മൾ എന്താണോ വാല്യൂ അഡീഷൻ നടത്തുന്നത്, നമ്മൾ സാധനങ്ങൾ പ്രൊക്വയർ ചെയ്യുന്നു, സർവീസസ് ഹയർ ചെയ്യുന്നു, നമ്മൾ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ വേറൊരു സർവീസോ പ്രൊഡക്റ്റോ കൊടുക്കുന്നു. അന്നേരം എന്ത് വാല്യൂ അഡീഷൻ ആണോ നമ്മൾ നടത്തിയത്, പ്രോഫിറ്റ് പാർട്ട് മാത്രമല്ല, പ്രോഫിറ്റും ഉണ്ട്. നമ്മൾ എന്തൊക്കെയാണോ അതിനകത്ത്, ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്റെ സ്റ്റാഫിന് സാലറി കൊടുക്കണം, അതെന്റെ ഒരു എക്സ്പെൻസസ് ആണ്. പിന്നെ ഞാൻ മറ്റു പല സർവീസസും ഹയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിനുശേഷം ഞാൻ എന്റെ പ്രോഡക്റ്റ് എത്രയാണോ കൊടുക്കുന്നത് അതിന്റെ GST എന്ന് പറയുന്നത് ഈ ഇൻപുട്ടിനകത്തുനിന്ന് കുറച്ചിട്ട് ഡിഫറൻസ്, വാല്യൂ അഡീഷൻ മാത്രമേ നമ്മൾ ശരിക്കും ടാക്സ് ബെയർ ചെയ്യുന്നുള്ളൂ. അതും ശരിക്കും ഇൻഡയറക്ട് ടാക്സസിനകത്ത്, വാറ്റിനകത്ത്, GSTക്കകത്തൊക്കെ ഇത് ബെയർ ചെയ്യുന്നത് അൾട്ടിമേറ്റ് കൺസ്യൂമർ, ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന ആളാണ്. ഇവരുടെ ഇടയ്ക്കുള്ള ഈ ഗവൺമെന്റിന്റെ ഈ GST കളക്ഷനെ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ GST രജിസ്റ്റർ ചെയ്ത ആൾക്കാർ. ഈ GST അടച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? GST അടച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മൾ 16-ാം തീയതി ടാക്സ് വർക്ക്ഔട്ട് ചെയ്ത് കൊടുത്തു, 20-ാം തീയതിയാണ് ഇത് ഫയൽ ചെയ്യേണ്ടത്. 20-ാം തീയതി കഴിഞ്ഞാൽ ഫൈനും ഇൻട്രസ്റ്റോടും കൂടി മാത്രമേ അടുത്ത റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം ഈ ഡിലേ എത്ര ഉണ്ടാകുന്നുണ്ട് അതിന് ഡിലേ ഫൈനും കൊടുക്കണം, ഇൻട്രസ്റ്റും കൊടുക്കേണ്ടി വരും. ഇത് നേരത്തെ ആണെങ്കിൽ ഒരു മാസത്തെ സ്കിപ്പ് ചെയ്ത് അടുത്ത മാസം ഫയൽ ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. അതിപ്പോ അത് പറ്റത്തില്ല. ഇപ്പം ഞാനിപ്പോ ഫയൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഫയൽ ചെയ്യേണ്ടത് ഫെബ്രുവരി മാസത്തിലെ ട്രേഡ് നടത്തിയതിന്റെ അല്ലെ സർവീസ് ചെയ്തതിന്റെ GST ആണ് ഇപ്പൊ ഫയൽ ചെയ്യുന്നത്. ഇത് 20-ാം തീയതി നമ്മൾ ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഫെബ്രുവരിയുടെ എന്ന് ഫയൽ ചെയ്യുന്നു, അതിന് ശേഷമേ നമുക്ക് മാർച്ചിലെ ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുവരെയുള്ള ഫൈനും ഇൻട്രസ്റ്റും എല്ലാം കൊടുത്തിട്ട് വേണം, പെനാൽറ്റി അടച്ചിട്ട് വേണം അടുത്ത് ഫയൽ ചെയ്യാൻ. GST രജിസ്ട്രേഷൻ ഒരു സ്ഥാപനം എടുക്കുന്നില്ലെന്നുണ്ടെങ്കിലോ? GST രജിസ്ട്രേഷൻ ഒരു സ്ഥാപനം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നോട്ടീസസ് വരാം. അതായത് ഇപ്പം GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ലിമിറ്റ് ഞാൻ പറഞ്ഞല്ലോ, 40 ലക്ഷം ഫോർ ട്രേഡിംഗ് കൺസേൺസും 20 lakhs ഫോർ സർവീസ് ഓർഗനൈസേഷൻസും. അന്നേരം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനും എല്ലാം ഗവൺമെന്റ് ആക്സസ് ഉണ്ട്. നമ്മൾ 2017 മുതൽ സെൻട്രൽ ഗവൺമെന്റ് AIS ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾ പാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇടപെടുന്ന ബിസിനസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഈവൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ബാലൻസ് പോലും ഒരു പാൻ വെച്ചിട്ട് ഗവൺമെന്റിലുണ്ട്. അന്നേരം നമ്മളിപ്പം GST എടുക്കാത്ത എല്ലാവർക്കും ഈ നോട്ടീസ് വരണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ പാൻ വെച്ചിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്ന പൈസയുടെ ട്രാൻസാക്ഷൻ എമൗണ്ട് ഗവൺമെന്റിലുണ്ട്. അന്നേരം ഒരു ട്രേഡറിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 60 ലക്ഷം രൂപ വരുവാന്ന് വിചാരിച്ചു. GST ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് അയക്കാം, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 60 ലക്ഷത്തിനടുത്ത് ക്രെഡിറ്റ് ഉണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് GST എടുത്തിട്ടില്ല. അന്നേരം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് ഇൻകം അല്ല ഇതെന്ന് പ്രൂവ് ചെയ്യേണ്ടി വരും. അതിനൊരു ചാർട്ടേഡ് അക്കൗണ്ടിനെയാണോ സമീപിക്കേണ്ടത്? ഇതറിയാവുന്ന ആരെ സമീപിക്കാം, ഇതിനെ കുറിച്ചിട്ട് അറിയാവുന്ന ആരെ സമീപിക്കാം.
ഓഡിറ്റ് ചെയ്യാൻ മാത്രമാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് മാത്രമേ ഇന്ത്യയിൽ പറ്റത്തുള്ളൂ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ മെമ്പർ ആയിട്ടുള്ളവർക്ക് മാത്രമേ ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. GST ഫയലിംഗ് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഗവൺമെന്റ് അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ട്രെയിനിങ് എടുത്താൽ നമുക്ക് തന്നെ ഫയൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറിയൊരു കൺസേൺ ആണെങ്കിൽ. പക്ഷെ അതിന്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് 17.5 ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ് ഉണ്ട്. അതായത് നമുക്ക് ഞാൻ പറഞ്ഞില്ല ഇൻപുട്ട് പല ഇൻപുട്ടുകളും ചിലപ്പോൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അത് നിങ്ങൾ തെറ്റായിട്ട് എടുത്താൽ, എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു വണ്ടി വാങ്ങിച്ചു, അപ്പം പലർക്കും സംഭവിച്ച കാര്യമാണ്. അതായത് ലക്ഷറി വണ്ടികൾ, കാറുകൾ, 40 ലക്ഷത്തിന്റെ കാറ് വാങ്ങിച്ചു, അതിന്റെ GST എടുത്തു. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ, ഞാൻ പ്രാക്ടീസ് തുടങ്ങിയിട്ട് കുറച്ചാളെ ആയില്ല, അതിന് മുമ്പത്തെ കാര്യമായിട്ടാണ് പറയുന്നത്. അതായത് വണ്ടി വാങ്ങിച്ചവർക്കെല്ലാം GST നമ്പർ കൊടുത്ത് വണ്ടി വാങ്ങിച്ചവർക്കെല്ലാം GST നോട്ടീസ് പോയ ഒരു കേസ് കേട്ടിട്ടുണ്ട്. അതായത് 40 ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങിക്കുന്നു, അതിന്റെ GST ഇൻവോയ്സിനകത്ത് GST റെക്കോർഡ് ചെയ്ത് നമ്മുടെ GST നമ്പറിനകത്ത് അത് ഇൻപുട്ടായിട്ട് വരും. പക്ഷെ നമുക്കത് എടുക്കാനുള്ള റൈറ്റ് ഇല്ല. അന്നേരം GST ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് അയക്കുന്നത് യു ഹാവ് ബോട്ട് എ കാർ സോ ആൻഡ് സോ ഡേറ്റ്, അത് ഇൻപുട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നോട്ടീസ് വരുന്നത്. ശരിക്കും അത് എടുക്കാൻ നമുക്ക് റൈറ്റ് ഇല്ല. അങ്ങനെ ഒരു പിന്നെന്താ അങ്ങനെ നോട്ടീസ് വരാൻ കാരണം? എടുക്കാൻ അല്ല, എടുത്തു എന്നുള്ള ഒരു പ്രിസംഷൻ, അഥവാ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു പ്രിസംഷൻ അവിടെ വരുക. ഗവൺമെന്റ് അങ്ങനെ ഒരു പ്രിസംഷൻ എടുത്തിട്ട് നോട്ടീസ് അയക്കാം. നമ്മളത് പ്രൂവ് ചെയ്യാം, നമ്മളത് എടുത്തിട്ടില്ല എന്നുള്ള ഒരു ഇത് വന്നാല് നമുക്ക് ഈസിലി ആ നോട്ടീസിൽ നിന്ന് നമുക്ക് ഈസിലി ഇപ്പോഴും നടക്കുന്നുണ്ടോ? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതായത് നോട്ടീസസ് ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ എല്ലാവരും UPI ആയ കാര്യം അറിയാമല്ലോ. ബിസിനസ് ഇപ്പം ഒരു ചായ കുടിക്കാൻ പോയാൽ പോലും നമുക്ക് 10 രൂപ UPI ചെയ്യാൻ പറ്റും. അങ്ങനെ UPI ട്രാൻസാക്ഷൻ 20 ലക്ഷത്തിന് മുകളിലോ 40 ലക്ഷത്തിന് മുകളിലോ പോകുമ്പോഴത്തേക്ക് ഒരു ചായക്കടക്കാരന് പോലും നോട്ടീസ് വന്നത് ഇൻസ്റ്റൻസസ് ഉണ്ട്. അതായത് ഗവൺമെന്റ് നിങ്ങൾ UPI പേയ്മെന്റ് ഈസിലി ട്രാക്കബിൾ ആണ്. UPI ID വെച്ചിട്ട് ഇന്ന UPI-കാരൻ UPIക്ക് 40 ലക്ഷത്തിന് മുകളിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ 20 ലക്ഷത്തിന് മുകളിൽ പോയിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് GST എടുത്തിട്ടില്ല എന്നുള്ള നോട്ടീസസ് പോയിട്ടുണ്ട്. അന്നേരം അത് അങ്ങനെ GST എടുത്തിട്ടില്ല, അപ്പം സംഭവിക്കുന്ന കാര്യം നമ്മൾ GST എടുക്കേണ്ടി വരും. നമ്മൾ അതിന്റെ എടുക്കാഞ്ഞതിനുള്ള കാരണങ്ങൾ ബോധിപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്കത് GST എടുക്കാനുള്ള ലയബിലിറ്റി ഇല്ലായിരുന്നു എന്ന് നമ്മൾ തെളിയിക്കേണ്ടി വരും. പെനാൽറ്റീസ് ആണ് ഇത്. ഇൻട്രസ്റ്റും പെനാൽറ്റീസും ഒക്കെ തന്നെയാണ് അതിന്റെ എൻഡ് റിസൾട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര ചെറിയ സംരംഭമാണെങ്കിലും നമുക്ക് നടക്കുന്ന സെയില് ഈ പറയുന്ന ലിമിറ്റിൽ കൂടുതലാണെങ്കിൽ നമ്മൾ GST എടുക്കാൻ ബാധ്യസ്ഥരാണ്. GST എടുത്തില്ലെങ്കിൽ നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇൻകം ടാക്സിന്റെ കാര്യം. എന്താണ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഓഡിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയും. ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇതാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഫൈനൽ കണക്ക്. ഈ കണക്ക് എന്ന് പറയുന്നത് ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് വരവ് ചെലവുകളാണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പൊസിഷൻ, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഇതിന്റെ ക്യാഷ് ഫ്ലോ പൊസിഷൻ ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇതാണ് ഒരു വലിയൊരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള ഫൈനൽ അക്കൗണ്ട്സ്. ഈ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഈ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട് വെച്ചിട്ടാണെന്നും ഈ ബുക്സ് ഓഫ് അക്കൗണ്ട് വരവും ചെലവും അസറ്റ്സും ലയബിലിറ്റീസും എല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റാണ് ഞാൻ പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നിയമപരമായിട്ടുള്ള ഓഡിറ്റ്. നിയമം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കമ്പനീസ് ആക്ട്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ, അതൊരു ചെറിയ സ്ഥാപനം പോലും ആകാം, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണെന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് ഓഡിറ്റ് നിർബന്ധമാണ്. ടേൺ ഓവർ ഒരു പർട്ടിക്കുലർ പരിധിയിൽ കൂടിയാൽ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഓഡിറ്റ് ബാധകമാണ്. ഇനിയിപ്പം നമ്മൾ ഈ റെസിഡൻഷ്യൽ കോളനിയിലൊക്കെ ചെറിയ അസോസിയേഷൻസ് ഉണ്ടല്ലോ, റെസിഡൻഷ്യൽ അസോസിയേഷൻ. ആ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഒരു സൊസൈറ്റി ആയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. നമ്മൾ ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സൊസൈറ്റീസ് ആക്ട് ഉണ്ട്. ആ ആക്ട് അനുസരിച്ചാണ് നമ്മൾ നോർമലി ഈ റെസിഡൻസ് അസോസിയേഷനും ഒക്കെ ഫോം ചെയ്യുന്നത്. അതിനകത്തും പറഞ്ഞിട്ടുണ്ട് ഓഡിറ്റ് ചെയ്യണം. അന്നേരം ഈ ഓഡിറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യയില് ICAയുടെ മെമ്പേഴ്സിന് മാത്രമേ റൈറ്റ് ഉള്ളൂ. ഈ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത് ഇവർ കൃത്യമായിട്ടാണ് കണക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നും അത് ഏതൊക്കെ നിയമങ്ങൾ ഇവർക്ക് ബാധകമാണോ അതിനകത്ത് എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ഒരു ബിസിനസ്സുകാരൻ, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അവർക്ക് GST ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ GST റിട്ടേൺ ഒക്കെ കൃത്യമായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടോ, TDS പ്രൊവിഷൻ, ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ, ടാക്സ് ഡിഡക്ഷൻ TDS വരേണ്ട സാഹചര്യങ്ങളിലൊക്കെ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ, അതിന്റെ റിട്ടേൺസ് ഒക്കെ കൃത്യമായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. അന്നേരം ഒരു കമ്പനിയെ സംബന്ധിച്ച്, ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ച് ഏതൊക്കെ നിയമങ്ങൾ ആപ്ലിക്കബിൾ ആണ്, ബിസിനസ് നിയമങ്ങൾ ഏതൊക്കെ ആപ്ലിക്കബിൾ ആണോ അതൊക്കെ പാലിച്ചിട്ടുണ്ടെന്നുള്ള
ഒരു സാക്ഷ്യപ്പെടുത്തലാണ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ശരി, അപ്പം അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, ഈ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് യൂഡിൻ എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് നമ്പർ കാണും, യൂണീക്ക് ഡോക്യുമെന്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. യൂഡിൻ നമ്മൾ ഷോർട്ട് ഫോം പറയും. അത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞങ്ങൾക്കത് തരുന്നത്. അതായത് ഇപ്പൊ ഞാൻ ഇന്ന് സാക്ഷ്യപ്പെടുത്തിയ ഒരു ഓഡിറ്റിന്റെ അത് എന്റേതാണെന്ന് തെളിയിക്കുന്ന ആ ഒരു നമ്പർ ഒരു ആൽഫ ന്യൂമറിക് പാറ്റേൺ ഉള്ള ഒരു നമ്പറാണ്. എന്റെ മെമ്പർഷിപ്പ് നമ്പരും നമ്മുടെ വർഷവും എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു കോമ്പിനേഷനാണ്. അത് ജനറേറ്റ് ചെയ്യുന്നത് ഞാൻ ഇന്ന വിവരങ്ങൾ കൊടുത്തിട്ടാണ്. അതായത് ഞാൻ ഇന്ന സ്ഥാപനത്തിന്റെ ഓഡിറ്റ് നടത്തി, അതിന്റെ എന്തെങ്കിലും ക്യാപിറ്റൽ ഇത്രയാണ്, അല്ലെ പ്രോഫിറ്റ് ഇത്രയാണ്. അതുപോലെ ഈ യൂഡിൻ നിർബന്ധമുള്ള മറ്റു പല ഇതുമുണ്ട്. ഈ യൂഡിൻ പർട്ടിക്കുലേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ കൊടുത്ത് യൂഡിൻ ജനറേറ്റ് ചെയ്തിട്ടാണ് ഒരു ഓഡിറ്റ് കംപ്ലീറ്റ് ആകുന്നത്. ഒരു സ്ഥാപനം ഓഡിറ്റ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഓഡിറ്റിന് നിയമപരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള റിക്വയർമെന്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ കമ്പനീസ് ആക്ട് അനുസരിച്ച് ചിലപ്പോൾ ഓഡിറ്റ് ചെയ്യേണ്ടി വരും. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയോ ഒക്കെ ആണെങ്കിൽ, അതേപോലെ തന്നെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ടേൺ ഓവറിന്റെ ലിമിറ്റ് കൂടിയാൽ ഓഡിറ്റ് ചെയ്യേണ്ടി വരും. GST ഓഡിറ്റ് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അതുപോലെ ഈ പറഞ്ഞ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചുള്ള ഓഡിറ്റ്, അങ്ങനെ പല പല ഓഡിറ്റുകളുണ്ട്. ഈ ഓഡിറ്റ് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഒരു ഓഡിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനകത്തൊരു സർട്ടിഫിക്കേഷൻ പോലെയാണ് വരുന്നത്. അതായത് ഇവര് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട് അനുസരിച്ചാണ് അതായത് ഇവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അനുസരിച്ചുള്ള ബുക്സ് ഓഫ് റെക്കോർഡ് ഇവർക്ക് ഉണ്ട്. ഒരു ശരിക്കും ഒരു ക്രെഡിബിലിറ്റിയാണ് ആ ബിസിനസ് സ്ഥാപനത്തിന് കിട്ടുന്നത്. അവർ കള്ളത്തരമൊന്നും കാണിക്കുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ കള്ളത്തരം ഈ ഓഡിറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ബിസിനസ് സ്ഥാപനത്തിൽ എന്തെങ്കിലും എറേഴ്സും ഫ്രോഡ്സും നടന്നോന്ന് പോലും ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പർപ്പസും കൂടെ ഓഡിറ്റിനിടയ്ക്ക് നമുക്ക് കിട്ടും. അതായത് ഇപ്പോൾ ഒരു സ്റ്റാഫ് എല്ലായിടത്തും നമ്മൾ ഡയറക്റ്റ് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നൊക്കെ പറയുമ്പോൾ ചെറിയതായിട്ട് സ്ട്രക്ചേർഡ് രീതിയിൽ പോകുന്നതാണ്. അന്നേരം ടാക്സ് അടയ്ക്കാൻ ഏൽപ്പിച്ച പൈസ എനിക്ക് എൻ്റെ ഇനീഷ്യൽ സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. അതായത് 5 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കാൻ ഒരാളെ ഏൽപ്പിച്ചു, അയാളെ ടാക്സ് അടയ്ക്കാതെ ഇരുന്ന സാഹചര്യം, അന്ന് സർവീസ് ടാക്സ് ആണ്, സർവീസ് ടാക്സ് അടയ്ക്കാതിരുന്ന സാഹചര്യം എനിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഒരു ഫ്രോഡ് നമ്മൾ ഓഡിറ്റിന്റെ സമയത്ത് കണ്ടുപിടിക്കും. അതായത് ഒരിടത്തുനിന്ന് ഔട്ട്ഫ്ലോ ഉണ്ട്, ബാങ്കിൽ നിന്ന് ഔട്ട്ഫ്ലോ ഉണ്ട്, ടാക്സ് അടയ്ക്കാനാണ് പൈസ പോയിരിക്കുന്നത്, പക്ഷെ ടാക്സ് അടച്ച ചെല്ലാൻ കമ്പനിയുടെ ഇല്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. ഈ പറഞ്ഞ ബുക്സ് ഓഫ് അക്കൗണ്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ക്രെഡിബിലിറ്റി ഉണ്ടാകുന്നു. പിന്നെ സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു എററോ, അതായത് തെറ്റ് സംഭവിക്കാം, മനുഷ്യനല്ലേ, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടല്ലേ തെറ്റുകൾ സംഭവിക്കാം, ലീഗൽ ആയിട്ടുള്ള തെറ്റുകൾ, കംപ്ലയൻസസിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക്, അതൊക്കെ സംഭവിക്കാം. അത് ഐഡന്റിഫൈ ചെയ്യാനും ഓഡിറ്റ് ഒരു പരിധി വരെ സഹായിക്കും. അന്നേരം നമുക്കത് റെക്ടിഫൈ ചെയ്യാം. അതുവരെയുള്ള ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ കൊടുത്ത എറർ ഒരു ഫിനാൻഷ്യൽ എറർ ആണെങ്കിലും ഒരു ടാക്സ് എറർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം തന്നെ റെക്ടിഫൈ ചെയ്യും. അതേപോലെ ഇനി ഇപ്പൊ പറഞ്ഞ പോലത്തെ ഒരു ഫ്രോഡ് കണ്ടുപിടിക്കാനും ഓഡിറ്റ് നമ്മളെ സഹായിക്കും. ഇങ്ങനെ ഫ്രോഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടോ ഇമ്മീഡിയറ്റ്? അത് ഈ പറഞ്ഞ ഫ്രോഡിനകത്ത് സംഭവിച്ചിരിക്കുന്നത് എന്തുവാ, സ്ഥാപനത്തിന് 5 ലക്ഷം രൂപ നഷ്ടമാണ് സംഭവിച്ചത്. അത് ഏകദേശം ഒരു 15 കൊല്ലം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്, 17 കൊല്ലം മുമ്പത്തെ കാര്യം പറയുന്നത്. അന്ന് 5 ലക്ഷം രൂപ വലിയൊരു എമൗണ്ട് ആണ്. 5 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കാൻ ഒരാളെ ഏൽപ്പിച്ചു, അയാളത് പോക്കറ്റിലാക്കിയിട്ട് 2 മാസത്തിനകം റിസൈൻ ചെയ്ത് അവിടുന്ന് പോയി. നമ്മൾ ഈ കണ്ടുപിടിച്ച ആളെ സമ്മൺ ചെയ്തു, ആള് പൈസ തിരിച്ചു കൊടുത്തു. ഗവൺമെന്റിന് കറക്റ്റ് സമയത്ത് ആ പൈസ അടയ്ക്കാത്തത് കാരണം സ്ഥാപനത്തിന്റെ ഇൻട്രസ്റ്റും പെനാൽറ്റിയും വരും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കംപ്ലയൻസസ് പലതും ഉണ്ട്. നമ്മൾ ഓഡിറ്റിന്റെ സമയത്തായിരിക്കും ചിലപ്പോൾ കണ്ടുപിടിക്കുന്ന GSTയുടെ ഒരു മാസത്തെ റിട്ടേൺ. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ഏപ്രിൽ ടു മാർച്ച് ആണ് നമ്മുടെ ഇന്ത്യയിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ. ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതും ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള പീരീഡിലേക്കാണ്. നമ്മൾ ഓഡിറ്റ് ചെയ്ത് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയമുണ്ട്. സെപ്റ്റംബർ 30 മുമ്പ്, ഇപ്പോഴത്തെ അനുസരിച്ച് സെപ്റ്റംബർ 30 മുമ്പ് നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ട് ഫയൽ ചെയ്യും. 31/10 മുമ്പ് IT റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണം. ഈ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിനിടയ്ക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന മാർച്ചിലത്തെ GST റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. മാർച്ചിലത്തെ ഫയൽ ചെയ്യാതെ ഏപ്രിൽ ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അത് സെപ്പറേറ്റ് ഫിനാൻഷ്യൽ ഇയർ ആണ്. പക്ഷെ നമ്മൾ അന്നേരം ആയിരിക്കും ഒരു കംപ്ലൈൻസ് കണ്ടു, അല്ലെങ്കിൽ ഒരു PF അടയ്ക്കേണ്ട പൈസ ലേറ്റ് ആയിട്ടുണ്ട്. അന്നേരം അതിന്റെ കോമ്പൻസേഷൻ എങ്ങനെയാണോ, അതിന്റെ പെനാൽറ്റിയോ ഇൻട്രസ്റ്റോ എത്രയാന്ന് വെച്ചാൽ അതുകൂടെ അടച്ച് നമുക്കത് ഫയൽ ചെയ്യാം. അതുപോലെ തന്നെ ഈ ലോണുകൾ എടുത്തിട്ടുള്ള ഇപ്പം പല ബിസിനസ് സ്ഥാപനങ്ങളും ലോൺ എടുത്തിട്ടാണ് നടത്തുന്നത്. ബാങ്കുകൾ പറയും ഓഡിറ്റഡ് ഫിനാൻഷ്യൽസ് വേണമെന്ന് പറയും. ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോഴത്തേക്ക് റിന്യൂവലിന്റെ സമയം ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അവർ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ആ ഡേറ്റിന് മുമ്പ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽസ് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറയും. അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഫണ്ട് ബ്ലോക്ക് ആകും. അവിടെ അത് സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി അറിയാൻ വേണ്ടിയിട്ടാണോ? അല്ല, കണക്കുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിപ്പം ലോൺ ആക്ച്വലി കൊടുക്കുന്നത് ഒരു പർപ്പസിനായിരിക്കും. ഒന്നുകിലും മെഷീനറി വാങ്ങിക്കാനായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. ആ മെഷീനറി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ? കാരണം ജൂണിൽ തുടങ്ങുന്ന ഒരു സ്ഥാപനം
ജൂൺ മാസം തുടങ്ങുന്ന ഒരു സ്ഥാപനം ലോൺ കിട്ടി, മാർച്ച് ഇയർ എൻഡിങ്ങിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഡിറ്റഡ് അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇവരിത് പ്രോപ്പർലി യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതുപോലെ തന്നെ ഒരു CCOD ഡേ ടു ഡേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പർച്ചേസിനും ഡേ ടു ഡേ സാലറി കൊടുക്കാനും ഒക്കെ കൊടുക്കുന്ന ഫണ്ട്, ഇതിനു വേണ്ടി തന്നെയാണോ ഉപയോഗിച്ചിരിക്കുന്നത് അതോ ഫണ്ട് ഡൈവേർഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഇപ്പം സാധാരണ രീതിയിൽ ചാർട്ടേഡ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള പ്രൊഫഷണൽസിന് ഒരു ബാലൻസ് ഷീറ്റ് കണ്ടാൽ മനസ്സിലാകും ഈ പറഞ്ഞ ഫണ്ട് ഡൈവേർഷൻ ഉണ്ടോ. കാരണം അസറ്റ്സ് ലോൺ എന്ന് പറയുന്ന ഒരു ലയബിലിറ്റിയാണ്, ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിൽ വരും. ഇതിന്റെ കറസ്പോണ്ടിങ് അസറ്റ്സ് റിഫ്ലക്ട് ചെയ്യുന്നില്ല, അവിടെ ഒരു ലോണാണ്, സ്ഥാപനം വേറെ ലോൺ കൊടുത്തായിട്ടാണ് വരുന്നതെങ്കിൽ ഫണ്ട് ഡൈവേർഷൻ അവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അന്നേരം അങ്ങനത്തെ പർപ്പസും അതിന് ഉണ്ട്. അപ്പൊ ഈ ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ അത് എന്താണ്, ആരാണ് ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആളുകൾ എന്ന് പറയുന്നത്? ഇൻകം ടാക്സ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ടാക്സ് ഓൺ ഇൻകം ആണ്. നേരത്തെ നമ്മൾ GSTയുടെ കാര്യം പറഞ്ഞപ്പോൾ അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണെന്ന് ഞാൻ പറഞ്ഞത്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ലയബിലിറ്റി നമുക്ക് പാസ് ഓവർ ചെയ്യാൻ പറ്റും. ഈ ഇൻകം ടാക്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ആരാണോ പാൻ ഹോൾഡർ, പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഉള്ളവരാണ് ഇൻകം ടാക്സ് അസസീസ്. അവർ ആ പാൻ ബേസ് ചെയ്തിട്ടാണ് IT ഫയൽ ചെയ്യുന്നത്. നമ്മുടെ ഒരു യുണീക് നമ്പറാണ്. ഇന്ത്യയിൽ ഒരു പാൻ ഒരാൾക്ക് ആ നമ്പർ ഒരാൾക്കെ കാണത്തുള്ളൂ. ഒരു പാൻ വെച്ചിട്ടാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മളൊരു ഇൻകം ടാക്സ് അസസ് ആകുന്നത്. ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ജനറലായിട്ട് പറഞ്ഞാൽ ഈ വർഷം മുതൽ 2025-26 ഫിനാൻഷ്യൽ ഇയർ മാർച്ച് 31 അവസാനിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ നോക്കുമ്പോഴത്തേക്ക് 12 ലക്ഷത്തിന് മുകളിൽ ഇൻകം ഉള്ളവർ മാത്രം ടാക്സ് അടച്ചാൽ മതി എന്ന് നമുക്ക് ജനറലി പറയാൻ പറ്റും. അതേസമയം തന്നെ ചില സ്പെഷ്യൽ റേറ്റ് ഓഫ് ടാക്സ് ഉള്ള കേസുകളുണ്ട്. അതായത് ഷെയർ മാർക്കറ്റിലെ സെയില് പർച്ചേസ്, അതിനകത്ത് സെയിലിനകത്ത് വരുന്ന ലാഭം, പിന്നെ പ്രോപ്പർട്ടി പർച്ചേസ് സെയിലുള്ള ലാഭം, അന്നേരം സ്പെഷ്യൽ റേറ്റ് ഉള്ളതാകുമ്പോഴത്തേക്ക് അതിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പം അന്നേരം ഈ പറഞ്ഞ പോലെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപ വരെ ഏത് കേസിലും ഇൻകം ടാക്സ് കൊടുക്കണ്ട. ഇൻകം ടാക്സ് ശരിക്കും നമ്മൾ ഒരു വർഷം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഏൺ ചെയ്യുന്നത്, ഇപ്പൊ ഈ പറഞ്ഞ 25-26 ഏൺ ചെയ്യുന്ന ഇൻകത്തിന്റെ ടാക്സ് 10,000-ന് മുകളിൽ വരുവാണെന്നുണ്ടെങ്കിൽ, വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം. ജൂണ്, സെപ്റ്റംബർ, ഡിസംബർ, മാർച്ച് 15, എല്ലാം ജൂൺ 15, സെപ്റ്റംബർ 15, ഡിസംബർ 15, മാർച്ച് 15, 15%, 45%, 75%, 100%, അങ്ങനെ മൊത്തം അടയ്ക്കാനുള്ള ടാക്സ് മൊത്തം അടച്ചിരിക്കണമെന്നാണ് നിയമം. അതായത് ഗവൺമെന്റിന് ഈ വർഷത്തെ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ അഡ്വാൻസ് ടാക്സ് വേണം. ഇത് ആ സമയത്താണ് നമ്മൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കുന്നു. ഇതില്ലെങ്കിൽ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. നോർമലി ഒരു ഇൻഡിവിജ്വലിന് ജൂലൈ 31 സമയം. അതിനകത്ത് ആ റിട്ടേൺ ഫയൽ ചെയ്യുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും ടാക്സ് ഉണ്ടായിരുന്നെങ്കിൽ ആ ടാക്സിന്റെ ഡിലേ, അഡ്വാൻസ് ടാക്സ് അടയ്ക്കാത്തതിന്റെ ഡിലേ ഉൾപ്പെടെ നമുക്ക് അടയ്ക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഒരു ഇൻകം ടാക്സിന്റെ നോട്ടീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇൻകം ടാക്സിന്റെ നോട്ടീസ് നമ്മുടെ ചെയ്തികൾ കൊണ്ടോ നമ്മളൊന്നും അറിയാതെയോ നമുക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വരാം. ഞാൻ നേരത്തെ പറഞ്ഞു 2017 മുതൽ നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പാൻ ബേസ് ചെയ്തിട്ട് ഗവൺമെന്റ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അത് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നാ പറയുന്നത്. ഇപ്പം വിഷ്ണു ഒരു ഷെയർ വാങ്ങിച്ച, 1 രൂപയുടെ ഒരു ഷെയർ വാങ്ങിച്ചാൽ പോലും വിഷ്ണുവിന്റെ പാനിൽ അത് റിഫ്ലക്ട് ചെയ്യും. കാരണം ഇപ്പം ജിയോജിത്തിന് ഏതെങ്കിലും ഒരു ബ്രോക്കറെ ഏൽപ്പിച്ച്, നമുക്ക് ഫോണിലും ആപ്ലിക്കേഷൻ സിസ്റ്റം പോലെയാണ് ഗ്രോ എന്നൊക്കെ പറഞ്ഞ 3 ആപ്ലിക്കേഷൻ, ഇവരെല്ലാം നമ്മുടെ KYC പാനും ആധാറും ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഈ ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. 1 രൂപയുടെ ഷെയർ വാങ്ങിച്ചാൽ പോലും ഇത് പാനിന് റെക്കോർഡായിട്ട് നമ്മുടെ ഇൻകം ടാക്സിന്റെ സൈറ്റിൽ കിടക്കും. ഇതേപോലെ 60ഓളം ട്രാൻസാക്ഷൻസ് രജിസ്റ്റർ ആവുന്നുണ്ട്. ഈ രജിസ്റ്റർ ആകുന്ന ട്രാൻസാക്ഷൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻകം ടാക്സ് ലയബിലിറ്റി വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. അങ്ങനെ ഫയൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഈ ഒരു തെറ്റ് ഒന്നും ചെയ്യാതെ തന്നെ നോട്ടീസ് വന്നൊരു കേസ് ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ SBT ആയിരുന്നു. SBT ആയിരുന്ന സമയത്ത് ഏകദേശം 2013 SBT ഒരു തെറ്റായിട്ടുള്ള റിപ്പോർട്ടിംഗ് നടത്തി. അതായത് ഒരു സീനിയർ സിറ്റിസൺ അന്ന് 2,80,00,000 രൂപ ഇൻട്രസ്റ്റ് കൊടുത്തതായിട്ട് ഒരു തെറ്റായ റിപ്പോർട്ടിംഗ് നടത്തി. ആ റിപ്പോർട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ട് ഇൻകം ടാക്സ് നോട്ടീസ് വന്നു. പക്ഷേ ഇൻകം ടാക്സ് നോട്ടീസ് വന്നതിന് ശേഷം ബാങ്ക് അത് തിരുത്തിയിട്ടുണ്ട്. മനസ്സിലായോ? അതായത് ഇദ്ദേഹത്തിന് ഒരു ലയബിലിറ്റി ഇല്ല ശരിക്കും. പക്ഷെ ഇൻകം ടാക്സ് നോട്ടീസ് വന്ന് ഓർഡർ ആയിട്ട് കിടക്കുകയാണ്. നമ്മളത് അപ്പീലിന് പോവാം. അതാ പറഞ്ഞ ഒരു തെറ്റ് പോലും ചെയ്യാതെ നമ്മളെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇന്റർമീഡിയറിയുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് പോലും നമുക്കൊരു ഇൻകം ടാക്സ് നോട്ടീസ് വന്നേക്കാം. ഈ പറഞ്ഞ പോലെ 10-60ഓളം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. 2-3 എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കിപ്പോ ശമ്പളം തരുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, നമുക്ക് ഈ ടാക്സ് ലയബിലിറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരതിന് ടാക്സ് പിടിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യും. ഇത്ര രൂപ ശമ്പളം ഉള്ള ആളുടെ കയ്യിൽ നിന്ന് ഞാൻ ഇത്ര രൂപ ടാക്സ് പിടിച്ചിട്ടുണ്ട്. അത് മാസാമാസം ഈ ടാക്സ് പിടിച്ചിട്ട് അവർ റിപ്പോർട്ട് ചെയ്യും. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 30 ലക്ഷത്തിന് മുകളിലുള്ള എല്ലാ ആധാരങ്ങളും രജിസ്ട്രാർ
നമ്മുടെ സബ് രജിസ്ട്രാർ വസ്തു വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ആള് ആധാരം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പാൻ ഉൾപ്പെടെയാണ്, പാനും ആധാറും ഉൾപ്പെടെയാണ് വിൽക്കുന്ന ആളുടെയും വാങ്ങിക്കുന്ന ആളുടെയും പാനും ആധാറും ഉൾപ്പെടെയാണ് ആധാരം നടക്കുന്നത്. അന്നേരം ഇത് രണ്ടുപേരുടെ റിപ്പോർട്ടിംഗിലേക്ക് പോകും. അത് ചെയ്യുന്നത് ഈ രജിസ്ട്രാർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അറിയിക്കുന്നു. 30 ലക്ഷത്തിന് മുകളിൽ ഇത്ര ആധാരങ്ങൾ ഇന്ന പാനിലുള്ളവർക്ക് വിറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ പാനിൽ ഇത് റിഫ്ലക്ട് ചെയ്യും. അന്നേരം ഈ പറഞ്ഞ പോലെ ഒരു കോടി രൂപയ്ക്ക് ഒരു പ്രോപ്പർട്ടി വിറ്റ ആള് IT ഫയൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് നോട്ടീസ് വരാം. അതായത് ഈ 1 കോടി രൂപയ്ക്ക് നിങ്ങൾ പ്രോപ്പർട്ടി വിറ്റപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്ര ലാഭം ഉണ്ടായി, ആ ലാഭത്തിനുള്ള ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമുക്ക് തന്നിട്ടുണ്ടോ? ഇനിയിപ്പം അതല്ല, ഇപ്പം ഈ ഇദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു ലയബിലിറ്റിയും കാണത്തില്ല. കാരണം പുള്ളിയെ വേറൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ ഈ ലയബിലിറ്റി നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻസ് ബോണ്ടിൽ ഇട്ടാൽ ഒഴിവാക്കാം. ഇതൊക്കെ ചിലപ്പോൾ പുള്ളി ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ പുള്ളി ഇതൊക്കെ ചെയ്തതിനോടൊപ്പം തന്നെ IT റിട്ടേൺ കൂടെ ഫയൽ ചെയ്ത് ഡിപ്പാർട്ട്മെന്റിനെ ഇത് അറിയിക്കണം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ടാക്സ് ലയബിലിറ്റി ഒന്നും ഇല്ല എന്നുള്ള കാര്യം അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ വാങ്ങിക്കുന്നവർ ചിലപ്പോൾ ഇപ്പം നമ്മുടെ ഒത്തിരി പ്രവാസികളുണ്ടല്ലോ, NRIs ഒത്തിരി പേരുണ്ട്. അവർക്ക് ഇവിടെ ടാക്സ് ലയബിലിറ്റി ഒന്നും കാണത്തില്ല, ഇവിടെ ഇൻകം കാണത്തില്ല, ഇവിടെ ടാക്സ് ലയബിലിറ്റിയും കാണത്തില്ല. അവരവരുടെ NRI പൈസ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചിരിക്കുന്നത്. എനിക്ക് സംഭവിച്ച കാര്യമാണ്. ഞാൻ 2013-14 പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ ലോണും എടുത്തിട്ടുണ്ട്, ഞാൻ NRIയുമാണ്. ഞാൻ പ്രോപ്പർട്ടി വാങ്ങിച്ചു, ഞാൻ IT ഫയൽ ചെയ്തില്ല. NRIസിന് ഇവിടെ ഇൻകം ഇല്ലാത്തപ്പം IT ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ ഈ ഫണ്ട് ഇതിന്റെ സോഴ്സ് എന്താണെന്ന് അറിയാനായിട്ട് നമ്മൾ NRI ആണെന്ന് പറഞ്ഞ റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രം മതി. മനസ്സിലായില്ലേ? അന്നേരം NRI ഇൻകത്തിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത് ഗവൺമെന്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും. അന്നേരം നോട്ടീസ് വരേണ്ട. പക്ഷെ നമ്മുടെ ഇതുപോലത്തെ നോട്ടീസുകൾ 90% നോട്ടീസുകളും ഇങ്ങനെ കറക്റ്റ് സമയത്ത് മറുപടി കൊടുക്കാത്തതുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആകുന്നതേ ഉള്ളൂ. വേറെ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പം നമ്മുടെ അടുത്തുള്ള ഒരു വക്കീൽ ഗുമസ്തന, പുള്ളിയുടെ അടുത്തുള്ള ഓഫീസിലെ ആള് പറഞ്ഞു വിട്ടതാ. പുള്ളിക്ക് നോട്ടീസ് വന്നതിന്റെ കാരണം 21 ലക്ഷം രൂപ പുള്ളി പുറത്തോട്ട് അയച്ചതായിട്ട് റെക്കോർഡ് കിടക്കുന്നു. ഞാൻ ഈ പറഞ്ഞ 60ഓളം ട്രാൻസാക്ഷൻസിനകത്ത് ഒന്നാണ് നമ്മൾ പാൻ വെച്ചിട്ട് വേണം നമ്മുടെ ഫണ്ട് ട്രാൻസ്ഫർ, ഔട്ട്വേർഡ് റെമിറ്റൻസ്, ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ടുള്ള റെമിറ്റൻസ് നടത്താൻ തരും. അതിന് പുള്ളിയുടെ പേര് കിടക്കുന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ 21 ലക്ഷം രൂപ പുള്ളി പുറത്തോട്ട് ട്രാൻസ്ഫർ ചെയ്തു. എന്തിന്? പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ ആലോചിച്ചിട്ട്, കാരണം നോട്ടീസ് വരുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നടക്കുന്ന ഫിനാൻഷ്യൽ ഇയറിനെ അസസ്മെന്റ് ഇയറിനെ ബേസ് ചെയ്തിട്ടാണ് നോട്ടീസ് വരുന്നത്. പുള്ളി ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുകാരന് കുവൈറ്റില് അസുഖമായിട്ട് ആക്സിഡന്റ് ആയിട്ടോ എന്തോ കിടന്നിരുന്നു. അന്നേരം പുള്ളിക്ക് ഞാൻ ഒരു 7 ലക്ഷം രൂപയ്ക്ക് എടുത്ത് കണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. 7 ലക്ഷം രൂപയുള്ളൂ ചേട്ടാ. എന്നാൽ 7 ലക്ഷം രൂപയുള്ളൂ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് വരണമെന്ന് പറഞ്ഞു. പുള്ളി ഇന്ന് വരെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് വന്നിട്ടില്ല. ഈ 7 ലക്ഷം രൂപ 3 തവണ റിപ്പോർട്ടിംഗ് ആയിട്ട് ആയതായിരിക്കണം മിക്കവാറും ഈ 21 ലക്ഷം. അതായത് ഈ നോട്ടീസിന്റെ അഗൻസ്റ്റ് നോട്ടീസിന്റെ എനിക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ട്, ഇതിനകത്ത് ഞാൻ ചെയ്തത് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ഇന്ന ആള് സുഹൃത്തിന്റെ പേരും കാര്യങ്ങളും ഒക്കെ റെഫർ ചെയ്ത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിച്ചോണ്ട് ഇത്രാം തീയതി 7 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇത് റോങ്ലി റിപ്പോർട്ട് ചെയ്തതായിരിക്കണം ഈ 21 ലക്ഷം എന്ന് പറഞ്ഞ് മറുപടി കൊടുത്താൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ഇദ്ദേഹം ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല. ഇത് അടുത്ത ലെവൽ ഓഫ് നോട്ടീസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായില്ല? അതായത് പുള്ളി ഇന്നുവരെ IT ഫയൽ ചെയ്തിട്ടില്ല. IT ഫയൽ ചെയ്യാത്ത ഒരാൾ 21 ലക്ഷം രൂപ പുറത്തേക്ക് അയക്കുന്നത് എന്തിനാണെന്ന് സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയമല്ലേ ഗവൺമെന്റ്. ഈ IT നോട്ടീസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അതായത് നമ്മള് സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന ഇതുപോലത്തെ കാറ്റഗറി നമുക്ക് ടാക്സ് ലയബിലിറ്റി വരാൻ സാധ്യതയുള്ള പല ട്രാൻസാക്ഷൻസിൽ നമ്മൾ എൻ്റർ ചെയ്തു, പക്ഷേ IT ഫയൽ ചെയ്തിട്ടില്ല. IT ഫയൽ ചെയ്യുമ്പോൾ ഇത് പലതും നമുക്ക് ടാക്സബിൾ ആയിരിക്കത്തില്ല. ചിലപ്പോൾ അത് ടാക്സബിൾ ആണോ അല്ലയോ എന്ന് ഗവൺമെന്റ് അറിയണമല്ലോ. ഒരു സാധാരണ ഇപ്പം നമ്മുടെ വീട്ടില് നമ്മളെ കുറച്ച് നാളെ ഒരാൾ കണ്ടില്ലെങ്കിൽ അയൽവാസി ചോദിക്കത്തില്ല, എവിടെ പോയി വിളിച്ച് ചോദിക്കുന്ന പോലെ മാത്രം കണ്ടാൽ മതി. ഇതിന് ഈ എന്താണ് സംഭവിച്ചതെന്ന് ഡിപ്പാർട്ട്മെന്റ് അറിയാൻ വേണ്ടി മാത്രം. നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? പറഞ്ഞ പോലെ ആദ്യമേ ഒരു സിമ്പിൾ നോട്ടീസ് ആയിരിക്കും വരുന്നത്. പിന്നെ നോട്ടീസിന്റെ നേച്ചർ മാറും. മറുപടി കൊടുത്തില്ലെങ്കിൽ നോട്ടീസിന്റെ നേച്ചർ മാറി അതൊരു ഓർഡർ, ഇപ്പം ഇൻകം ടാക്സ് അസസ്മെന്റ് ഓർഡർ ആയി കഴിഞ്ഞാൽ അതിന് അഗേൻസ്റ്റ് അപ്പീൽ പോകാൻ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് അപ്പീലിന് പോകാനുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് അതിന് മുമ്പേ തന്നെ നമുക്ക് 90% കേസിൽ നമുക്ക് ഇതിന് മുമ്പേ തന്നെ കൃത്യമായ മറുപടി കൊടുത്താൽ, ഈ മറുപടി കൊടുക്കേണ്ട അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം ഉണ്ട് നോട്ടീസിനകത്ത്. ഏറ്റവും മുകളിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അയച്ച ആള് ചിലപ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് ഓഫീസ് തിരുവല്ലയുണ്ട്, അവിടെ നിന്നുള്ള ഓഫീസർ ആയിരിക്കാം ചിലപ്പോൾ അയച്ചത്. പക്ഷെ ഇപ്പൊ ഫേസ്ലെസ് എന്ന് പറഞ്ഞൊരു സ്കീമിൽ കൂടെയാണ് കൂടുതൽ നോട്ടീസസും വരുന്നത്. അതായത് നോട്ടീസ് അയച്ചത് ആരാണെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മുടെ ഇൻകം ടാക്സ് വെരിഫിക്കേഷൻ യൂണിറ്റ് എന്നായിരിക്കും ഏറ്റവും താഴെ സിഗ്നേറ്ററി. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് വന്നൊരു കേസ്, റീസെന്റ് വന്ന കേസാണ്. നമുക്ക് സക്സസ്ഫുള്ളി വിൻ ചെയ്യുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഒരു ചെറിയ നമ്മുടെ പഴയ കീപാഡ് ഫോൺ ഡീൽ ചെയ്യുന്ന ഒരു ഡീലറാണ്, ഹരിപ്പാടിനടുത്തുള്ള ഒരാളാണ്.
അദ്ദേഹത്തിന് ഈ കീപാഡ് ഫോണിന്റെ സെയിൽ ഒരു 4-5 ഫോണേ സെയിലുള്ളൂ ഒരു മാസം. അയാൾ മൊബൈൽ റീചാർജ് ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ അതിഥി തൊഴിലാളികളുടെ ഫണ്ട് നാട്ടിലേക്ക് അയക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് CDM മെഷീൻ ഉപയോഗിക്കാൻ അറിയാത്തവരോ UPI ഉപയോഗിക്കാൻ അറിയാത്തവരോ ആയിട്ടുള്ള അതിഥി തൊഴിലാളികൾ 3000-4000 ഒക്കെ വെച്ചിട്ട് പുള്ളിയുടെ ക്യാഷ് ആയിട്ട് കൊടുക്കും. പുള്ളി ഇത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് ഒരു ഫിൻടെക് കമ്പനി ത്രൂ പുള്ളി ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അന്നേരം പുള്ളി ബിസിനസ്സിൽ നിന്നുള്ള ടേൺ ഓവർ ആയിട്ട് 13 ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇത്ര ശതമാനം പ്രോഫിറ്റ് ഒരു 4 ലക്ഷം രൂപ പുള്ളി ഇൻകം ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നോട്ടീസ് വന്നത് നിങ്ങൾ 13 ലക്ഷം രൂപ നിങ്ങളുടെ ഗ്രോസ് റെസീപ്റ്റ്സ് കാണിച്ചിട്ട് 4 ലക്ഷം രൂപ കാണിച്ചിട്ട് നിങ്ങൾ IT ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ബാങ്കിൽ 1 കോടിയിൽ മുകളിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ഉണ്ട്. എന്താണ് കാരണം? ഇത് ന്യായമായിട്ടും അവർക്ക് തോന്നാവുന്ന ഒരു സംശയമാണ്. 1 കോടിക്ക് മുകളിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത ആള് എന്തുകൊണ്ട് 4 ലക്ഷം രൂപ ഇൻകം ഓഫർ ചെയ്തു? അതിപ്പോൾ ഇൻകം വരണ്ടേ? അന്നേരം നമ്മൾ അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് പുള്ളി ഒരു ഫിൻടെക് കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് പുള്ളി ഈ പൈസ ഡെയിലി കിട്ടുന്ന കളക്ഷൻ കൊണ്ട് പുള്ളിയുടെ CDM കൂടെ ബാങ്കിൽ കൂടെ ക്യാഷ് ഇടും. എന്നിട്ട് അത് ഈ പറഞ്ഞ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഈ ഇദ്ദേഹത്തോട് ഒരു പുള്ളിയുടെ ആധാർ വാങ്ങിച്ചിട്ട് മൊബൈലിനകത്തുള്ള ആപ്പ് ത്രൂ KYC ഒക്കെ ചെയ്തായി പുള്ളി ചെയ്യുന്നത്. ഒരു ഫിൻടെക് കമ്പനിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. പുള്ളി അതിന്റെ ഒരു ഏജന്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഏജന്റും അല്ല, സബ് ഏജന്റ്. പുള്ളി ഏജന്റിന്റെ അക്കൗണ്ടിലേക്കോ ഫിൻടെക് കമ്പനിയുടെ അക്കൗണ്ടിലേക്കോ പൈസ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വന്തം അക്കൗണ്ടിലേക്ക് പൈസ ഇടുന്നത്. അന്നേരം നമ്മൾ ഇതിന്റെ തെളിവുകളെല്ലാം ഹാജരാക്കി കൊടുത്തപ്പോഴത്തേക്ക് നോട്ടീസ് ഇൻകോഡീഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ച നോട്ടീസ് റിപ്ലൈ കിട്ടി, ഫൈനൽ ഓർഡർ കിട്ടി. ഇത് അതേസമയം ഇത് മറുപടി കൊടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പല കേസിലും സംഭവിക്കുന്നത് അതാ. മറുപടി കൊടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മള് ലോക്കൽ ടൂർണമെന്റ്സ് ഒക്കെ നടക്കുമ്പോഴത്തേക്ക് വോക്ക് ഓവർ കിട്ടത്തില്ലേ? അതേപോലെ വൺ സൈഡഡ് ആയിട്ട് അങ്ങ് മറുപടി കൊടുക്കാത്തപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇവരുടെ ഇൻകം ആയിരുന്നു ഇതൊന്നും തീരുമാനിക്കാനില്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അന്നേരം ഈ 1 കോടി രൂപ ചിലപ്പോൾ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഓർഡർ കിട്ടാനുള്ള സാധ്യതയാണ് നമ്മൾ കൃത്യമായ മറുപടിയിൽ കൂടെ അത് ചെയ്തത്. അന്നേരം ഈ പറഞ്ഞ പോലെ നോട്ടീസസ് 90% നമുക്ക് നമ്മുടെ ഭാഗത്തായിരിക്കും ന്യായം. നമ്മൾ അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തത് കൊണ്ട് വന്നതായിരിക്കും. അന്നേരം നോട്ടീസസിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് കാരണമെന്ന് മനസ്സിലാക്കി അതിനുള്ള കൃത്യമായി മറുപടി. ഫൈനുകളൊക്കെ 100 to 300% ഫൈനുകളൊക്കെയാണ് വരുന്നത്. അത് ശരി, ഭയങ്കര ശ്രദ്ധിക്കണം. നമ്മൾ ഇതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് ചിലപ്പോൾ വലിയ വലിയ എമൗണ്ടുകളായിരിക്കും. അങ്ങനെ സംശയം ചോദിക്കുന്നുണ്ട്. ഇപ്പം റീസെന്റ് ഒരാൾ വിളിച്ച് പറഞ്ഞത്, പുള്ളി ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ജോലി ചെയ്യുമായിരുന്നു. അവിടെ വീക്ക്ലി വേജസ് ആണ് കൊടുക്കുന്നത്. ഈ അതിഥി തൊഴിലാളികൾക്കാണ് കൊടുക്കുന്നത്. വീക്ക്ലി വേജസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹമാണ് സൂപ്പർവൈസർ. ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലോട്ട് ഇട്ടു. പുള്ളി അത് ക്യാഷ് വിഡ്രോ ചെയ്ത് കൊടുത്തു. എന്തോ ചെയ്യണം? ഞാൻ പറഞ്ഞു അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചു. നമുക്കൊരു നോട്ടീസ് വരുവാണെങ്കിൽ നമുക്കത് കൃത്യമായി മറുപടി കൊടുക്കണം. ഇന്ന കമ്പനിയിൽ ഇന്ന കാലയളവ് മുതൽ ഞാനിവിടെ ജോലി ചെയ്യായിരുന്നു, എന്റെ കീഴിൽ ഇത്ര പേരുണ്ടായിരുന്നു, അവരുടെ ശമ്പളം കമ്പനി എന്റെ പേരിലാണ്, ഇവർക്ക് ക്യാഷ് കൊടുക്കേണ്ട ഒരു ഇതുള്ളത് കൊണ്ട് എന്റെ പേരിൽ ഇത് തന്നിട്ട് ഞാൻ ക്യാഷ് ആയിട്ട് എടുത്ത് കൊടുത്തു. ചിലർക്കൊക്കെ UPI ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രൂഫ് കയ്യിൽ റെഡിയാക്കി വെച്ചു. നമുക്കൊരു നോട്ടീസ് വന്നാൽ നോക്കാം. ഇതേസമയം ഈ കമ്പനിക്ക് ഈസിലി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോഴത്തേക്ക് കമ്പനിയുടെ പാൻ അവിടെ റെക്കോർഡാകും. ഡെയിലി വേജസ് എന്നുള്ള കൺസെപ്റ്റിൽ പോകും. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഇതിലേക്ക് പോയത് കൊണ്ട് ഇദ്ദേഹത്തിന് ശരിക്കും ലക്ഷക്കണക്കിന് രൂപ, അതോ 25,000-30,000 രൂപ ശമ്പളമുള്ള ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഒരു മാസം 12 ലക്ഷം 13 ലക്ഷം രൂപ വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഉള്ളൊരു എന്താ അവരുടെ ഇൻകം ആണോ അത് പ്രൂവ് ചെയ്യേണ്ടി വന്നേക്കാം. ചിലപ്പോൾ നോട്ടീസ് വരാൻ, ചിലപ്പോൾ വരാതെ ഇരിക്കാം. നോട്ടീസ് വന്നാല് നമ്മൾ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഇതിന്റെ റീസൺസ് അത് പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ഡിപ്പാർട്ട്മെന്റ് ഈ പറഞ്ഞ പോലെ ഫേസ്ലെസ് ആ. അതായത് നമുക്ക് ഓൺലൈനാണ് മറുപടികളെല്ലാം കൊടുക്കേണ്ടത്. നമ്മുടെ ഇൻകം ടാക്സ് പ്രൊഫൈലിൽ വന്ന് നോട്ടീസ് കിടക്കും. അത് ഫിസിക്കലി ബൈ പോസ്റ്റും വരും, ഇമെയിലും വരും. എല്ലാ രീതിയിലും നമ്മൾ ഇൻകം ടാക്സിന്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഇമെയിൽ ID മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പറിൽ SMS വരും. ഇങ്ങനെ നിങ്ങളുടെ ഈ വർഷത്തിലേക്ക് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇമെയിൽ കൊടുത്തിട്ടുണ്ട്, ഇമെയിലിനകത്ത് ആ നോട്ടീസ് വരും. ഈ നോട്ടീസ് ഇങ്ങനത്തെ സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ക്യാഷ് ഡെപ്പോസിറ്റ് നമ്മൾ എക്സസ് ആയിട്ട് ചെയ്താൽ വരും. ഇതുപോലത്തെ ക്യാഷ് വിഡ്രോവൽസ് ഒരു പരിധി കൂടിയാൽ ഈ 1 ലക്ഷത്തിന് മുകളിലുള്ള ക്യാഷ് ഡെപ്പോസിറ്റ്സും വിഡ്രോവൽസും ഇതിനകത്ത് AS-നകത്ത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും വലിയ പ്രശ്നമല്ല. അതൊന്നും ഒരു ടാക്സബിൾ ഇൻകം അല്ല. ഈ പറഞ്ഞ പോലെ ടാക്സബിൾ ഇൻകത്തിന് മുകളിൽ പോകുന്ന രീതിയിലുള്ള എമൗണ്ടുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു മാസം 12 ലക്ഷം രൂപയാണ്, എന്നാലും ഒരു വർഷം 1,44,00,000 രൂപയായി. ഇത്രയും പൈസ 30,000 രൂപ ശമ്പളം
ഉള്ള ഒരാളുടെ അക്കൗണ്ടിലേക്ക് കയറി ഇറങ്ങുമ്പോഴത്തേക്ക് എന്തിനാണെന്നുള്ള ന്യായമായ സംശയം വന്നേക്കാം. പുള്ളി പേടിച്ചിട്ടാണ്, പുള്ളി അവിടുന്ന് റിസൈൻ ചെയ്തു, പേടിച്ച് വിളിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെ സമാധാനപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള കാരണമാണെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അത് ലെറ്റർ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻകം ടാക്സ് പ്രൊഫൈലിലാണ് നോട്ടീസ് വരുന്നത്. ഇൻകം ടാക്സ് പ്രൊഫൈലിൽ തന്നെയാണ് നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് വീഡിയോ കോൺഫറൻസിന് അപ്ലൈ ചെയ്യാം. അതിലും കൂടെ നമുക്ക് അദ്ദേഹത്തിനും ആ അസസിക്ക് മറുപടി കൊടുക്കാം. അസസിയെ റെപ്രസെന്റ് ചെയ്ത് നമുക്ക് ഓതറൈസ് റെപ്രസെന്റേറ്റീവ് നമുക്കും മറുപടി കൊടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സഹായിക്കാനാണെങ്കിലും വലിയ വലിയ എമൗണ്ടുകൾ ഇങ്ങനെ ട്രാൻസാക്ഷൻ നടത്താതിരിക്കുന്നതാണ് നല്ലതല്ലേ? സേഫ് അതാണ്. പിന്നെ നമുക്കൊരു അത്യാവശ്യ സാഹചര്യം, ഞാൻ മുമ്പേ പറഞ്ഞ കേസിൽ വീട്ടിലേക്ക് കൊടുത്തത് മാർഗമില്ല. പുള്ളിയുടെ അയലോക്കാരനാകാം, ചിലപ്പോൾ സുഹൃത്താകാം. ഈ പുള്ളിയേ ഉള്ളൂ പെട്ടെന്ന് ഈ പൈസ അറേഞ്ച് ചെയ്ത് സ്വന്തം അക്കൗണ്ടിലിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പുള്ളിയേ ഉള്ളൂ, ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. റീസെന്റ് വന്ന് വേറൊരു കേസ് പറയും. അതായത് എന്നോട് എന്റെ ഒരു കസ്റ്റമർ വിളിച്ചു ചോദിച്ചു, എന്റെ ഒരു ഫ്രണ്ട് മസ്കറ്റിലുള്ള ആള് 9 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് അയച്ചു കൊടുക്കാമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താണ് കാരണം, ആദ്യം കാരണം മനസ്സിലാക്കാൻ പറഞ്ഞു. എന്തിനാണ് ചോദിച്ചു മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കാണ് പുള്ളി ചിട്ടി പിടിച്ച പൈസയാണ്. ചിട്ടി പിടിച്ച പൈസ അവിടെ ലൈബിലിറ്റി ആയപ്പോഴത്തേക്ക് ഒരു 3-4 പേരെ കൊണ്ട് ഒരു 40 ലക്ഷം രൂപ പുള്ളി അയപ്പിക്കുക. ശരിക്കും കറക്റ്റായിട്ട് ചെയ്യേണ്ടത് ഇദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഈ പൈസ ഡെപ്പോസിറ്റ് ചെയ്തതിനു ശേഷം 15 CB എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ ഉണ്ട്, പുറത്തേക്ക് ഫണ്ട് അയക്കാനുള്ള സർട്ടിഫിക്കേഷൻ. അതാണ് കറക്റ്റ് ചാനൽ. അതൊരു ചാർട്ടേഡ് അക്കൗണ്ടാണ് സർട്ടിഫൈ ചെയ്തത്. ദിസ് ഇസ് ടാക്സ് പെയ്ഡ് മണി, ഇതിനാണ് പർപ്പസും ഒക്കെ പറഞ്ഞ് ചെയ്യുന്നത്. പക്ഷെ ചിട്ടി പിടിച്ച പൈസ അല്ലെങ്കിൽ ലോൺ എടുത്ത പൈസ പുറത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഔട്ട്വേർഡ് റെമിറ്റൻസ് അനുവദിച്ചിട്ടില്ല. ഈ ചിട്ടി പിടിച്ച പൈസയെയും ഒരു ലോണായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ലോൺ എടുത്ത് പുറത്തോട്ട് ഫണ്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതേപോലെ ലോൺ എടുത്ത പൈസ പോലെയാണ് ഒരു ചിട്ടിയെയും ബാങ്കുകൾ ട്രീറ്റ് ചെയ്യുന്നത്. ഈ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി എനിക്ക് മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് എനിക്കത് മനസ്സിലായത്. അന്നേരം അതുകൊണ്ടാണ് പുള്ളി ആരെയെങ്കിലും പരിചയക്കാര് ത്രൂ ഫണ്ട് ഒരു 4-5 പേരെ കൊണ്ട് അയപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം അയച്ചാൽ പുള്ളി കുഴപ്പമൊന്നുമില്ല. പുള്ളി 25 ലക്ഷം രൂപ ഇൻകം ഉള്ള ആളാണ്, എന്റെ കസ്റ്റമർ ഉള്ള ആളാണ്. പുള്ളിയുടെ പ്രൊഫൈലിനകത്ത് ഔട്ട്വേർഡ് റെമിറ്റൻസ് 9 lakhs വന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കാരണം ഇതാണെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് പുള്ളിക്ക് വേണമെങ്കിൽ ചെയ്യാം, പറ്റത്തില്ലെങ്കിൽ ചെയ്യാതിരിക്കാം, കുഴപ്പമൊന്നുമില്ല. സുഹൃത്ത് കൊടുത്ത പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നു. നാളെ ചോദ്യം വന്നാൽ മറുപടി പറയാൻ ഉള്ള ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിൽ വേണമെന്ന് പറഞ്ഞു. അന്നേരം ഇത് ഓരോരുത്തർ ഡിപ്പെൻസ്, അവരുടെ ധൈര്യം പോലെ വരുന്നത് വെച്ച് കാണാം, കുഴപ്പമൊന്നുമില്ല. ജെന്യൂൻ ഒരു റീസൺ ഉണ്ടായിരുന്നു. ശരിക്കും ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല. അതെ, ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങൾ നമുക്ക് അറിയത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ശരിക്കും അങ്ങനെ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഇൻകം ടാക്സിന്റെ നിയമങ്ങളും. ഇത് നമുക്ക് വിളിച്ചു ചോദിക്കാം. അറിയാവുന്ന പരിചയക്കാർ ത്രൂ. ഇപ്പം വിഷ്ണുവിന്റെ പരിചയത്തിൽ തന്നെ ഇൻകം ടാക്സിനെ കുറിച്ച് അറിയാവുന്ന എത്രയോ പേര് കാണും. നമ്മൾ 1-2 പേരോട് സംസാരിച്ചാൽ നമുക്ക് ആരെയും കിട്ടും. അല്ലെ ചാർട്ടേഡ് അക്കൗണ്ടിനെ ആണെങ്കിൽ പോലും നമ്പറൊക്കെ ഈസിലി ആക്സസിബിൾ. അതിനുള്ള ഇഷ്ടംപോലെ മാർഗങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ജസ്റ്റ് ഒരു ഫോൺ കോളിന്റെ കാര്യമുള്ളൂ മനസ്സിലാക്കാൻ. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ശരിയാണോ എന്നറിയാൻ പറ്റും. ഇപ്പം കഴിഞ്ഞ ദിവസം വേറൊരു കേസ് വന്നത്, അതായത് MNC ജോലി ചെയ്യുന്ന ഒരാൾ, ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പുള്ളി നാട്ടിലൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു. എന്നെ വിളിച്ച്, പുള്ളിക്ക് അവിടെ CA ഉണ്ട്, എന്നാൽ പോലെ നാട്ടിലത്തെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് നാട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ച് എന്നെ വിളിച്ചു ചോദിക്കും. പുള്ളി വാങ്ങിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന എമൗണ്ടിനെക്കാട്ടിലും വളരെ കുറച്ചാണ് ആധാരത്തിൽ കാണിക്കാൻ പോകുന്നത്. അത് തെറ്റിദ്ധാരണയുടെ പുറത്ത് ചെയ്യുന്നതാ. അതായത് ആധാരം എഴുതുന്നവരാരോ അല്ലെങ്കിൽ പുള്ളിയുടെ സുഹൃത്തുക്കൾ ആരോ പറഞ്ഞു, അല്ലെങ്കിൽ വിൽക്കുന്ന ആള് പറഞ്ഞു ഇത്ര രൂപ കാണിച്ചാൽ മതി. അന്നേരം വാങ്ങിക്കുന്ന ആൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി സേവ് ചെയ്യാം, ഫെയർ വാല്യൂ കാണിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് മിനിമം പ്രൈസ് ടു ബി ഷോൺ. ആധാരത്തിലെ ഏറ്റവും മിനിമം ഇത്രയും കാണിച്ചേ പറ്റുള്ളൂ. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫെയർ വാല്യൂ എത്രയാണ്, അതിൽ കുറയാതെ എമൗണ്ട് കാണിച്ചെങ്കിൽ മാത്രമേ വസ്തു കച്ചവടം നടക്കത്തുള്ളൂ, രജിസ്റ്റർ ചെയ്ത് തരത്തുള്ളൂ. പക്ഷേ ഈ 2024 ബഡ്ജറ്റ് അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആയിട്ട് ആധാരത്തിൽ കാണിക്കുന്ന പ്രൈസ് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ല. നമ്മുടെ കോസ്റ്റ് എത്രയായിരുന്നു അതേ കാണിക്കാൻ പറ്റും. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് നാളെ ഒരിക്കൽ വസ്തു വിൽക്കേണ്ടി വരുമ്പോഴത്തേക്ക് എത്രയാണോ കുറവ് വില കാണിച്ചത് അതേ ഇദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് കോസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. സെയിൽ വാല്യൂ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് കൂടും. ഇന്ന് ലാഭിച്ചതിനെക്കാട്ടിലും വലിയ എമൗണ്ട് ആയിരിക്കും ഫ്യൂച്ചറിൽ നഷ്ടം വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ടാക്സബിൾ എമൗണ്ട് എത്രയാണോ ബാങ്കിൽ ആധാരത്തിൽ കാണിച്ചത് അല്ലെങ്കിൽ എത്രയാണോ ഇൻകം ടാക്സിന് വേണ്ടി ഡിക്ലെയർ ചെയ്യുന്നത്, ഇതിന് എക്സസ് ഉള്ളത് ബ്ലാക്ക് മണിയാണ്. ടാക്സ് അടയ്ക്കാത്ത പൈസ ജനറേറ്റ് ചെയ്യാനായിട്ട് പുള്ളി കൂട്ടുനിന്നു എന്നൊക്കെയുള്ള അലിഗേഷൻസ് ഒക്കെ നാളെ വരാം. അന്നേരം അവര് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ ഞാൻ ഒന്നുകൂടെ സെല്ലറോട് സംസാരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു വെച്ചു. ഇതുപോലത്തെ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ NRIന്റെ കയ്യിലാണ് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതെങ്കിൽ അവരുടെ നിന്ന് വാങ്ങിക്കുന്ന പ്രോപ്പർട്ടിക്ക് TDS ഉണ്ട്. TDS സാധാരണ നാട്ടിലുള്ള ഒരു
റെസിഡന്റ് സെല്ലർ ആണെന്നുണ്ടെങ്കിൽ 50 ലക്ഷത്തിന് മുകളിൽ 1% TDS ഉള്ളൂ. പക്ഷെ ഒരു നോൺ റെസിഡന്റ് ആണ് വസ്തു വിൽക്കുന്നതെങ്കിൽ 1 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ പോലും 13% മിനിമം TDS പിടിക്കണം എന്നുള്ള നിയമം ഇപ്പൊ നിലവിലുണ്ട്. ഇപ്പൊ അതിന്റെ കൂട്ടത്തിൽ ടാനും എടുക്കണം. ഇപ്പൊ ടാൻ എടുത്ത് എന്ന് വെച്ചാൽ പാൻ പോലെ തന്നെ ടാക്സ് ഡിഡക്ഷൻ അക്കൗണ്ട്, ടാക്സ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞൊരു സംഭവം. അത് ഇതുപോലെ ഒരു ആൽഫ ന്യൂമറിക് നമ്പർ യൂണീക്ക് ആണ്. അതെടുത്ത് വേണം ഇപ്പം TDS ചെയ്യാൻ. ആ നിയമം ഒക്ടോബർ 1 തീയതി മുതൽ ഇല്ല. നോർമലി ഉള്ള പാൻ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇത് പലർക്കും അറിയത്തില്ല. അതായത് ഒരു NRIയുടെ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മൾ ടാൻ അപ്ലൈ ചെയ്യണമെന്നും ചെല്ലാൻ എത്രയാണോ TDS അത് 13%, പിന്നെ ഹയർ റേറ്റ്സ് 14.5, 14.95 അങ്ങനെ പല റേറ്റുകളും 3 റേറ്റുകളുണ്ട്. ഈ റേറ്റ് അനുസരിച്ച് TDS പിടിച്ചു വേണം ആധാരം രജിസ്റ്റർ ചെയ്യാനെന്ന് പലർക്കും അറിയത്തില്ല. രജിസ്ട്രാർ അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും ഇത് അറിയുന്നത്. അന്നേരത്തേക്ക് ഇവർക്ക് നാട്ടിൽ പോകാനുള്ള തിരിച്ചു പോകാനുള്ള സമയവും ഫിക്സ് ചെയ്ത് ഇപ്പൊ പുറത്തുള്ള പലരും പ്രോപ്പർട്ടി വിൽക്കാനൊക്കെ വരുന്നത് ആധാരത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് പോകാനെന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും വരുന്നത്. നേരത്തെ പ്രീ പ്ലാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഡീല് നടക്കത്തില്ല. രജിസ്ട്രാർ ചിലപ്പം ഇപ്പം നമ്മൾ ഓവർസീസ് സിറ്റീസ് OCI കാർഡ് വെച്ചിട്ടൊക്കെ റെഫർ ചെയ്തിരിക്കുന്നെങ്കിൽ TDS ഇല്ലല്ലോ എന്ന് രജിസ്ട്രാർ ചിലപ്പോൾ പറയും. മനസ്സിലായി? ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നതുമാണ്. അപ്പൊ ഇതുപോലത്തെ തന്നെ ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു CA ആയിട്ട് കൺസൾട്ട് ചെയ്തിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആയിരിക്കണം. മാൻഡേറ്ററി അല്ല, അഡ്വൈസറി ആണ്. അഡ്വൈസറി കാരണം നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻസ് ഇല്ലാതിരിക്കാം, ഫ്യൂച്ചറിൽ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കാം. ഇതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞാൽ ഈ വിൽക്കുന്ന ആൾക്ക് ഈ റെസ്പോൺസിബിലിറ്റി, അതായത് NRIയുടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോഴത്തേക്ക് ഈ TDSന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ബയറാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിനകത്ത് പുള്ളി ചെയ്തത് ഇന്ന പാനുള്ള ഇന്ന NRIയുടെ കയ്യിൽ നിന്ന് ഇത്ര രൂപയ്ക്ക് ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചു, ഇത്ര ശതമാനം TDS ഞാൻ അടയ്ക്കുന്നുണ്ട്. ഇത് ശരിക്കും ആക്ച്വലി ഈ സെല്ലർക്ക് എത്രയാണോ ഈ ഡീലിലുള്ള ലാഭത്തിന്റെ ടാക്സ് അടയ്ക്കേണ്ടത് അതിനെക്കാട്ടിലും കൂടുതലാണ് വാങ്ങിക്കുന്നത്. കാരണം ഗ്രോസ് എമൗണ്ടിലാണ് ഈ TDS പിടിക്കുന്നത്. ഈ NRI പലപ്പോഴും അറിയാലോ, വസ്തു വിൽക്കുന്ന പലരും ഈ ഫണ്ട് പുറത്തോട്ട് കൊണ്ടുപോകാനായിട്ടാണ്, റിപ്പാട്രിയേഷന് വേണ്ടിയിട്ടാണ് ഫണ്ട് കൊണ്ടുപോകുന്നത്. ഈ റിപ്പാട്രിയേഷൻ ഇത് എളുപ്പമാകും ഈ പ്രോസസ്സ്. അതേസമയം ഈ TDS പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വിൽക്കുന്ന ആള് ടാക്സ് വർക്കൗട്ട് ചെയ്ത് ടാക്സ് അടച്ചിട്ട് വേണം ഈ ഫണ്ട് പുറത്തോട്ട് റിപ്പാട്രിയേറ്റ്. അത് ഈ മുമ്പേ പറഞ്ഞ 15 CB എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷനിൽ കൂടിയാണ് കൊണ്ടുപോകുന്നത്. അന്നേരം നമ്മൾ സർട്ടിഫൈ ചെയ്യുന്നത് ദിസ് ഇസ് ടാക്സ് പെയ്ഡ് മണി, ദിസ് ഇസ് ഗോയിങ് ഫോർ സോ ആൻഡ് സോ പർപ്പസസ് എന്നാണ് സർട്ടിഫൈ ചെയ്യുന്നത്. അന്നേരം ഈ ഡീല് കറക്റ്റ് ആയിട്ടാണ് നടന്നതെങ്കിൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ എളുപ്പമുണ്ട്. സാർ, ഇൻകം ടാക്സ് ലീഗലി കുറയ്ക്കാനായിട്ട് ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻകം ടാക്സ് ലീഗലി കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ആക്ച്വലി ഇപ്പോഴത്തെ പുതിയ സ്കീം, ഞാൻ 12 ലക്ഷത്തിന്റെ ഒരു കാര്യം പറഞ്ഞില്ലേ, 12 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല എന്ന് പറയുന്ന ഒരു സ്കീം വരുമ്പോഴത്തേക്ക് 12.25 ലക്ഷം രൂപ വരെ സാലറി ഇൻകം ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പല ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട്. സാലറി ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട്, റെന്റൽ ഇൻകം ഉണ്ട്, ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം, ക്യാപിറ്റൽ ഗെയിൻസ്, അതർ ഇൻകം, ഇങ്ങനെ 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉള്ളത്. ഇതിനകത്ത് സാലറി ഇൻകം ഉള്ള ഒരാള് 12.25 ലക്ഷം രൂപ വരെ സാലറി ഇൻകം ഉള്ള ഒരാൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് 75,000 രൂപ ബെനിഫിറ്റ് കിട്ടും. ഇതിനുശേഷം 12 ലക്ഷം വരെ ടാക്സ് ഇല്ല. ഇത് ന്യൂ റെജീം എന്ന് പറയും. ന്യൂ റെജീം അനുസരിച്ച് ബാക്കി ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും അനുവദിച്ചിട്ടില്ല. ഓൾഡ് റെജീമിലാണ് നമുക്ക് ഈ പറഞ്ഞ ടാക്സ് സേവിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിനകത്ത് ഇപ്പോൾ ഉള്ള ഓപ്ഷൻസ് PF കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസ, നമ്മുടെ ലൈഫ് ഇൻഷുറൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസ, ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും ബെനിഫിറ്റ് കിട്ടും, മെഡിക്ലെയിം എടുത്താൽ ബെനിഫിറ്റ് കിട്ടും. ഓൾഡ് സ്കീമിൽ ഹയർ റേറ്റ് ഓഫ് ടാക്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് ഈ ബെനിഫിറ്റുകൾ, അതായത് നമുക്ക് ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റ് 2 ലക്ഷം രൂപ വരെ ബെനിഫിറ്റ് കിട്ടും. അതുപോലെ 80C എന്ന് പറഞ്ഞ സ്കീമിനകത്ത് 1.5 ലക്ഷം രൂപ വരെ ബെനിഫിറ്റ് കിട്ടും. അതിനകത്ത് വരുന്നതാണ് PF, ലൈഫ് ഇൻഷുറൻസ് ഒക്കെ. അത് 1.5 ലക്ഷം വരെ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് മെഡിക്ലെയിം എടുക്കാം. മെഡിക്ലെയിം നമ്മുടെ 25 പേരൻസിന്റെ പേരിൽ എടുക്കുന്നതായിട്ട് 75,000 രൂപ വരെ ബെനിഫിറ്റ് കിട്ടും. അന്നേരം ഇതെല്ലാം കൂടെ കൂട്ടി 2, 1, 4.25 ലക്ഷം രൂപ വരെ പല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് കിട്ടും. പിന്നെ എഡ്യൂക്കേഷൻ ലോൺ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റിനും കുറച്ച് ബെനിഫിറ്റ് കിട്ടും. അങ്ങനെ ഓൾഡ് സ്കീമിൽ മാത്രമേ ഈ ഒരു ടാക്സ് സേവിങ് എന്നുള്ളത് നിലവിലുള്ളൂ. നമ്മൾ ബേസിക്കലി ന്യൂ സ്കീമാണ് ബൈ ഡിഫോൾട്ട് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ന്യൂ സ്കീം നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനം നമ്മൾ എടുത്താൽ ഓൾഡ് സ്കീമിൽ ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് ഇപ്പൊ നമുക്ക് രണ്ടും, ഇപ്പൊ സാലറി കിട്ടുന്ന ഒരാൾക്ക് തീരുമാനിക്കാം ഓൾഡ് സ്കീമാണോ എനിക്ക് ബെനിഫിഷ്യൽ, ഞാൻ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്സും എനിക്കുള്ള ഹൗസിംഗ് ലോണിന്റെ റീപേയ്മെന്റും എനിക്കുള്ള ലൈഫ് ഇൻഷുറൻസ് പേയ്മെന്റും കുഞ്ഞുങ്ങളുടെ ട്യൂഷൻ ഫീസ്, സുകന്യ സമൃദ്ധി ഇൻവെസ്റ്റ്മെന്റ്, ഇത് പല ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഏതാണോ എനിക്ക് ബെനിഫിഷ്യൽ അത് എനിക്ക് അതാത് വർഷം തീരുമാനിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബിസിനസ് ഇൻകം ഇല്ലാത്ത ഒരാൾക്ക് ഇത് അതാത് വർഷം തീരുമാനിക്കാം. ബിസിനസ് ഇൻകം ഉള്ളവർക്ക് ഓൾഡ് വേണോ ന്യൂ വേണോ എന്ന് ഒരിക്കൽ തീരുമാനിച്ചാൽ അതാണ് ലൈഫ് ടൈം
അന്നേരം ഈ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ അനുസരിച്ച് ഇത് ഏതാ ബെനിഫിഷ്യൽ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കേസ് ടു കേസ് ഡിഫറെന്റ് ആയിരിക്കും. ചിലർ ന്യൂ സ്കീമിൽ പോലും ബെനിഫിഷ്യൽ ആയിട്ട് വന്നേക്കാം. ഓക്കെ, ഒരു ബിസിനസ്സിനെ എങ്ങനെയാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് സഹായിക്കുന്നത്? അത് ആക്ച്വലി അതിന്റെ ബിസിനസിന്റെ ഫോർമേഷൻ മുതൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം പലരും കൺഫ്യൂസ്ഡ് ആയിരിക്കും. അവരുടെ മനസ്സിൽ നല്ലൊരു ബിസിനസ് ഐഡിയ കാണും, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിരിക്കും. ഇത് ഇവരുടെ മനസ്സിലുള്ള സംശയമായിരിക്കും, എങ്ങനെ ഈ ബിസിനസ് തുടങ്ങണം, എന്തൊക്കെ രജിസ്ട്രേഷൻസ് ആണ് വേണ്ടത് എന്നുള്ള സംശയം കൊണ്ട് പലപ്പോഴും വരുന്നത്. നമുക്ക് ഒരാളെ ഒറ്റയ്ക്ക് ചെയ്യുന്ന ബിസിനസ് പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് ആയിട്ട് തുടങ്ങാം. ഒന്നിലധികം ആൾക്കാർ ചേർന്നിട്ട് ബിസിനസ് തുടങ്ങാം. ഒന്നിലധികം ആൾക്കാർ ചേർന്ന് തുടങ്ങുന്ന പല ഫോംസ് ഓഫ് ബിസിനസ് ഉണ്ട്. ഇതിലേതാണ് വേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും ചിലപ്പോൾ ചിലർ വിളിക്കുന്നത്. അന്നേരം ഒരാൾ ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുന്നു, അതെങ്ങനെ വേണം എന്നത് മുതൽ അതിന് GST എടുക്കണോ, എന്തൊക്കെ ഇനീഷ്യൽ ഇതാണ് വേണ്ടത് എന്ന് നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഒന്നിലധികം പേര് ചേർന്ന് തുടങ്ങുന്നത് പാർട്ട്ണർഷിപ്പ് ഫോമായിട്ട് രജിസ്റ്റർ ചെയ്യാം. 1932 പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യാം. അന്നേരം നമ്മളൊരു പർട്ടിക്കുലർ 5000 രൂപയുടെ മുദ്രപത്രത്തില് ഇവർ തമ്മിലുള്ള ടേംസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, പാർട്ട്ണർഷിപ്പ് ഡീഡ് അനുസരിച്ചുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രിന്റ് ഔട്ട് സംസാരിച്ച് അത് ഓറലി വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമുക്ക് നിയമസാധുതയ്ക്ക് ഇത് പത്രത്തിൽ ചെയ്യുന്നത് ആണ് നല്ലത്. ഇവർ തമ്മിലുള്ള ബിസിനസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ക്യാപിറ്റൽ എത്രയാണ്, ആരാണ് മാനേജിംഗ് പാർട്ട്ണർ, ബിസിനസിന്റെ കാര്യങ്ങൾ ആരൊക്കെ, ഡേ ടു ഡേ കാര്യങ്ങൾ ആരൊക്കെയാണ് നോക്കി നടത്തുന്നത്, മാനേജിംഗ് പാർട്ട്ണർ ആരാണ്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്താണ്, ആരാണ് നാളെ ഒരിക്കൽ പുതിയൊരാളെ കയറ്റണമെങ്കിൽ എങ്ങനെയാണ്, പുതിയൊരാളെ പാർട്ട്ണറായിട്ട് ബിസിനസ്സിലേക്ക് കയറ്റണമെങ്കിൽ എങ്ങനെയാണ്, പുതിയൊരാൾ റിട്ടയർ ആകുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന പാർട്ട്ണർഷിപ്പ് ഡീഡാണ്. ഈ പാർട്ട്ണർഷിപ്പ് ചെയ്യണോ, അതുപോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി 2 പേര് മിനിമം ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് ഫോം ചെയ്യും. അതിന് കംപ്ലയൻസസ് കൂടുതലാണ്. മുമ്പേ പറഞ്ഞ കമ്പനീസ് ആക്ട് അനുസരിച്ചാണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്യുന്നത്. അതിന് ആനുവൽ കംപ്ലയൻസസ് കൂടുതലാണ്. ഓഡിറ്റ് നിർബന്ധമായിട്ട് ചെയ്യണം. എല്ലാ 4 മിനിമം ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് കൂടിയിരിക്കണം. അങ്ങനെ പല പല കംപ്ലയൻസസ് ഉണ്ട്. ഇതെല്ലാം കൂടണം. അതുപോലെ തന്നെ AGM ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടണം. ഇതെല്ലാം റെക്കോർഡായിരിക്കണം. ജസ്റ്റ് കൂടിയത് മാത്രം പറഞ്ഞാൽ പോലും ഇതെല്ലാം റെക്കോർഡായിരിക്കണം. ROCക്ക് എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ ഇൻസ്പെക്ട് ചെയ്യുകയും ചെയ്യാം. റെക്കോർഡ്സ് കോൾ ഫോർവേഡ് ചെയ്യാം. ഇത് കൊണ്ടുവരണമെന്ന് പറയാൻ പറ്റും. അന്നേരം കംപ്ലയൻസസ് കൂടുതലാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക്. ചെറിയൊരു ബിസിനസ് തുടങ്ങാനിരിക്കുന്ന ആളെ സംബന്ധിച്ച് കംപ്ലയൻസ് കോസ്റ്റ് കൂടുതലാണ്. കമ്പനി ഫോം ചെയ്യണമെങ്കിൽ തന്നെ കോസ്റ്റ് കൂടുതലാണ്. ROC ഫീസ് കൊടുക്കണം. പിന്നെ നമ്മുടെ ഫീസ്, അതിന് കൂടെ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞൊരു നമ്മുടെ ഫിസിക്കൽ ഒപ്പല്ല, ഡിജിറ്റൽ ഒപ്പാണ് അതിനൊക്കെ ഉപയോഗിക്കുന്നത്. LLPക്കും അതുപോലെ തന്നെയാണ്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ് ഇത് ഗവേൺ ചെയ്യുന്നത്. ROC മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് കൂടെ അവരുടെ സൈറ്റിൽ കൂടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഫിസിക്കൽ സബ്മിഷൻ ഒന്നുമില്ല ഡോക്യുമെന്റ്. എല്ലാ ഡോക്യുമെന്റ്സും ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ചിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അന്നേരം കംപ്ലയൻസസ് കോസ്റ്റ് കൂടുതലാണ്. എല്ലാ വർഷവും ഓഡിറ്റ് നടത്തണം. ഓഡിറ്റിനോടനുബന്ധിച്ച് കുറെ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഇതെല്ലാം ഇത്രാം തീയതിക്കൊക്കെ ഫയൽ ചെയ്യണം. ആ ഡേറ്റ് കഴിഞ്ഞു പോയാൽ ഡെയിലി 200 rupees 100 rupees ഫൈന്. അങ്ങനെ കംപ്ലയൻസ് കോസ്റ്റ് കൂടുതലാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക്. അതായത് അത് ചിലപ്പോൾ ഇവർക്ക് അറിയത്തില്ല. ഇവരുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇവർ ആദ്യമേ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടായിരിക്കും നമ്മളെ വിളിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു കേസുണ്ട്. കാനഡയിലുള്ള ഒരു ഹസ്ബൻഡും വൈഫും കൂടെ ഒരു ഓൺലൈൻ ട്യൂഷൻ എന്നുള്ള ഓൺലൈൻ ഡാൻസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവിടെ വെച്ച് ഒരു കമ്പനി ഫോം ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പൊ അത് സ്ട്രൈക്ക് ഓഫ് ചെയ്യാനായിട്ട് നിൽക്കുക. കാരണം ഈ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആകുമ്പോഴത്തേക്ക് ആ കമ്പനിക്ക് അവർ GST എടുത്തു. GST ഫയലിങ്ങും എല്ലാ മാസവും ഫയൽ ചെയ്യണം. കംപ്ലയൻസ് കോസ്റ്റ് കൂടുക. അന്നേരം ആദ്യമേ ഇവര് എന്താണ് ചെയ്യുന്നതെന്നും അത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ മാത്രമേ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയൊക്കെ രജിസ്ട്രേഷന് പോവുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അത്രയും കംപ്ലയൻസ് കോസ്റ്റ് അവർക്ക് കുറയ്ക്കാമായിരുന്നു. അന്നേരം ബേസിക്കലി ചെറിയൊരാളെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും പുതിയൊരു ബിസിനസ്സിന് പോകുമ്പം അവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഇപ്പം ഞങ്ങളെ പോലുള്ളവരെ സമീപിച്ചാൽ ഞങ്ങൾ അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് പറഞ്ഞു കൊടുക്കും. ഒരു പ്രൊപ്പറേറ്റർ ആയിട്ട് നടത്തിയാൽ ഇങ്ങനെ ചെയ്യാം, പാർട്ട്ണർഷിപ്പായിട്ട് നടത്തിയാലുള്ള ബെനിഫിറ്റ്സ് എന്താണ്, പാർട്ട്ണർഷിപ്പിനകത്ത് ആർക്കൊക്കെ വരാൻ പറ്റും. ഒരു ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെയും പാർട്ട്ണർഷിപ്പിന്റെ ബെനിഫിറ്റ്സ് കോമൺ ആയിട്ട് വരുന്ന LLP എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. അത് ഈ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിന്റെ കേസിലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കേസിലും കംപ്ലയൻസ് കോസ്റ്റ് കൂടുതലാണ്. എല്ലാ വർഷവും നമ്മൾ കുറെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. പാർട്ട്ണർഷിപ്പിന് അത്ര ഇല്ല. പ്രോപ്പറേറ്റർക്ക് അതിലും കുറവാണ് എന്ന് പറയുന്ന പോലെ പ്രോപ്പറേറ്റർക്ക് ഒരിക്കലും ശരിക്കും ലാഭം ഉണ്ടെങ്കിൽ മാത്രം IT ഫയൽ ചെയ്താൽ മതി. പക്ഷെ ഈ ബാക്കി 3 സ്ട്രക്ചർ നിർബന്ധമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം, ലാഭം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. കാരണം അവർക്ക് സെപ്പറേറ്റ് ഒരു പാൻ ഇഷ്യൂ ആവുന്നുണ്ട്. ഇതിനകത്ത് മെമ്പേഴ്സിന്റെ പാനാണ്. ഒരു പ്രൊപ്പറേറ്ററെ സംബന്ധിച്ച് പുള്ളിയുടെ പാൻ എന്താണോ അതാണ് ആ പുള്ളിയുടെ ബിസിനസിന്റെയും പാൻ. അവർ രണ്ടും സെപ്പറേറ്റ് വ്യക്തികളല്ല, അവർ തന്നെയാ ബിസിനസ്. പിന്നെ അതിനകത്തുള്ളത്
ഈ ബിസിനസ്സിന് എന്ത് നഷ്ടം ഉണ്ടായാലും ഇയാളെ പുള്ളിയുടെ പാർട്ണർഷിപ്പിന്റെ കേസിലും എന്ത് നഷ്ടം ഉണ്ടായാലും എന്ത് ബാധ്യത ഉണ്ടായാലും അവർ സഹിക്കണം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കേസിൽ നിയമപ്രകാരം ലയബിലിറ്റി ലിമിറ്റഡ് ടു ദി ക്യാപിറ്റൽ ഓഫ് ദി മെമ്പർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ പാർട്ണർ, അങ്ങനെയാണ്. അങ്ങനെ ഒരു ഫിക്സേഷൻ ഉണ്ട്. അന്നേരം അതിനകത്തുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ കണക്കുകൾ പബ്ലിക് ഡോക്യുമെന്റ്സ് ആണ്. ഒരു 100 രൂപ കൊടുത്താൽ ഇന്ത്യയിലുള്ള ഏത് കമ്പനിയുടെയും ഏത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന്റെയും ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ കണക്ക് പൊതുജന സമക്ഷം ഉണ്ട്. അതാണ് അതിനകത്ത്. അതായത് ഇപ്പൊ നമ്മളൊരു LLP ആയിട്ട് നമ്മളൊരു ഫിനാൻഷ്യൽ ഡീലിന് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, അവരുടെ കണക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് 100 രൂപ കൊടുത്താൽ മതി. അത് എങ്ങനെ? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ കൂടെ പബ്ലിക് ഡോക്യുമെന്റ്, ദീസ് ആർ പബ്ലിക് ഡോക്യുമെന്റ്സ്. ഒരിക്കലും ഇവരിത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏതൊരു വ്യക്തിക്ക് 100 രൂപ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. കണക്ക് കൃത്യമായി. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സാക്ഷ്യപ്പെടുത്തലാണ് എന്ന് പറയുന്ന ക്രെഡിബിലിറ്റിയാണ്. ആ ക്രെഡിബിൾ ഡോക്യുമെന്റ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ശരി, അതാണ് വ്യത്യാസം. അന്നേരം ഈ ചെറിയൊരു പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന ഒരാൾക്ക് ഇതിൽ ഏത് വേണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും, GST എടുക്കണമെന്നുള്ള സംശയം ഉണ്ടെങ്കിലും, ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് വേണോ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ, ഫിനാൻഷ്യൽ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് ഇനിഷ്യലി അഡ്വൈസ് ചെയ്യാൻ പറ്റും. എത്ര ചെറിയ കമ്പനിയാണെങ്കിലും. ഇപ്പൊ റീസെന്റ് എനിക്ക് വന്ന ഒരു കോൾ എന്ന് പറഞ്ഞാൽ ഒരു 3-4 ആഴ്ച മുമ്പ് വന്ന ഒരു ആർക്കിടെക്ട് ആണ്. പുള്ളി പഠിച്ചിട്ട് പാസ്സായി, അത് കഴിഞ്ഞിട്ട് ഒരാളോട് നിൽക്കുകയായിരുന്നു. പുള്ളി ഇൻഡിപെൻഡന്റ് ആയിട്ട് തുടങ്ങാൻ പോകും. ഞാൻ വീട്ടിൽ നിന്ന് വേണമെങ്കിലും തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല. പുള്ളി ഓഫീസ് വേണോ എന്നുള്ള ഇതിൽ നിൽക്കുക, കൺഫ്യൂഷൻ നിൽക്കുക. വേണ്ട, വീട്ടിൽ നിന്ന് തുടങ്ങാം, ഒരു കുഴപ്പമില്ല. വീട്ടിൽ നിന്ന് ബിസിനസ് ചെയ്യുന്നതിന് ആരും കൺസൾട്ടേഷൻ വേണോ? അതിനും നിർബന്ധമില്ല. ഞാൻ പറഞ്ഞത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾ പറയുന്ന പല കാര്യങ്ങളും യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്ത്, ഇപ്പൊ ChatGPT ഒക്കെ ഉള്ളതല്ലേ, എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണം. ഇപ്പം ഈ വേൾഡ് കപ്പിന്റെ സമയത്തുള്ള പരസ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ പോലും എങ്ങനെ ഇത്ര മാസത്തിനകം ഒരു ടീമിൽ സെലക്ഷൻ ആകണമെങ്കിൽ സെലക്ടേഴ്സ് എന്താണ് ശ്രദ്ധിക്കുന്നതെന്നൊക്കെ പറഞ്ഞു പോലും ChatGPTയുടെ പരസ്യമുണ്ട്. അതൊരു അക്കാഡമി എങ്ങനെ തുടങ്ങണം. അതുപോലെ എന്ത് കാര്യങ്ങൾക്കും ChatGPT റിസൾട്ട് കിട്ടും. അത് കൂടുതൽ വ്യക്തത വേണ്ടതാണെങ്കിൽ ChatGPTക്കും തെറ്റുപറ്റാം. അവരും പറയുന്നുണ്ട് കൺസൾട്ട് എക്സ്പേർട്ട് എന്ന് ഉറപ്പായിട്ട് മേക്ക് മിസ്റ്റേക്ക് എന്ന് പറയുന്നുണ്ട്. അന്നേരം ഞങ്ങളെ സമീപിച്ച ഞങ്ങൾക്ക് ഈ കണ്ടിന്യൂസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ട്രെയിനിങ് നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയും. ഇപ്പം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കമെൻഡ് ചെയ്യുന്ന മിനിമം അവേഴ്സ് ചെയ്തില്ലെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാണ്. അതായത് ഇത്ര മണിക്കൂറിന്റെ കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ അവേഴ്സ് ഞാൻ എന്നെ പോലുള്ള മെമ്പേഴ്സ് ഞങ്ങൾ ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. എന്നാലല്ലേ ഞങ്ങളോട് ചോദിക്കുന്നവർക്ക് ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റത്തുള്ളൂ, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. അതെ സാർ, ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ള പ്രൊഫഷൻ ഫ്യൂച്ചറിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് സാറിന് എന്താണ് പറയാനുള്ളത്? എന്റെ ഒരു ഫീൽഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആക്സിഡന്റലി ഇതിലെത്തിയതാണ്. എന്നുവെച്ചാൽ എന്റെ ഒരു ചേട്ടൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് ഞാൻ ഈ പ്രൊഫഷനെ കുറിച്ച് ആദ്യം അന്വേഷിക്കുന്നത്. പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എന്റെ അച്ഛന്റെ ഒരു മൂത്ത പെങ്ങളെയും കൂട്ടി ഞാൻ CA ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയി ഈ കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുമ്പം എന്റെ തെറ്റിദ്ധാരണ എന്റെ ഒരു കസിൻ CA ആണെന്നുള്ളതായിരുന്നു. അദ്ദേഹത്തോട് പോയപ്പോൾ തന്നെ പുള്ളി പാസ് പെർസെന്റേജിനെ കുറിച്ച് ആദ്യം പറഞ്ഞു. ഭയങ്കര ലോ പാസ് പെർസെന്റേജ് ആണ്, പിന്നെ നോക്ക് എന്ന് പറഞ്ഞു. ഒരു ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് നിൽക്കുക, സോറി 4th ഗ്രൂപ്പ് കൊമേഴ്സ് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അന്നേരം എന്റെ മനസ്സിലൊരു ആഗ്രഹം ഈ ചേട്ടൻ CA ആണെന്നുള്ളതും CA ആകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് 4th ഗ്രൂപ്പ് ഞാൻ എടുത്തത്. ഞാൻ ചങ്ങനാശ്ശേരി NSSലാണ് പഠിച്ചത്. ഇതെടുത്തതിന്റെ കാരണം അതാണ്. ഇപ്പം ഈ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും എന്ന് പറയുമ്പോൾ സയൻസ് സ്ട്രീമിലേക്ക് ഡോക്ടറായിട്ടോ എഞ്ചിനീയർ ആയിട്ടോ അല്ലെങ്കിൽ ആ ശാസ്ത്ര മേഖലയിലേക്ക് പോവാണ്. അത് ചിലപ്പോൾ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ആയിരിക്കാം. പക്ഷെ ഏത് കോഴ്സ് എടുക്കുവാണെങ്കിലും നമുക്ക് അതിനുള്ള താല്പര്യം വേണം. ഇപ്പം ഈ ചേട്ടനെ കണ്ട് ഇൻസ്പയർ ആയ പോലെ തന്നെ വീട്ടിലെ കണക്കുകൾ 8ലും 9ലും പഠിക്കുമ്പോൾ തന്നെ ഞാൻ മോണിറ്റർ ചെയ്യുന്ന ഒരു രീതിയും കൂടെ ഉണ്ടായിരുന്നു. അന്നേരം എനിക്ക് ആ ഫീൽഡിനോട് ചെറിയൊരു താല്പര്യവും കൂടെ ഉണ്ട്. ഇപ്പം ഇത് ഡിപ്പെൻസ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, ഏത് കോഴ്സ് എടുക്കുന്നു എന്നുള്ളതും. പിന്നെ ഇതിനകത്ത് പാസ് പെർസെന്റേജ് ഇച്ചിരി കുറവാണ്, അതിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾ തീരുമാനിക്കുന്ന പോലെയാണ്, പേഷ്യൻസ് വേണം, ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ, പെർസിവറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്സാകാവുന്ന കോഴ്സാണ്. ഏറ്റവും ബുദ്ധിമുട്ടേറിയ കോഴ്സുകളിൽ ആണ് CA കണക്കാക്കപ്പെടുന്നത്. അന്നേരം അതിനകത്ത് വേണമെങ്കിൽ പാസ്സാകാവുന്നതേ ഉള്ളൂ. ഇച്ചിരി ക്ഷമയും വേണം, നല്ലപോലെ പഠിക്കുകയും വേണം. ഒന്നാമത്തെ കാര്യം, ഈ ഒരു പ്രൊഫഷനോട് താല്പര്യമുള്ളവരെ ഇതിൽ വരാവൂ. എന്ന് വെച്ചാൽ കുറച്ച്
പാസ്സാകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സാണ്. അത് പാസ് പെർസെൻറ്റേജ് കൊണ്ടാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ ശരിക്കും ക്ഷമയോടുകൂടി സിലബസ് ഒക്കെ കവർ ചെയ്ത് പഠിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും റിവിഷൻ ടെസ്റ്റ് പേപ്പറും ഒക്കെ പഠിച്ച് ഇത് പാസ്സാകുന്ന ഒരു രീതിയുണ്ട്. അല്ല ഇപ്പം IAS സിവിൽ സർവീസ് പാസ്സാകാൻ ഒരു ട്രെയിനിങ് കോച്ചിങ് കൊടുക്കുന്ന പോലെ തന്നെ ഒരു പർട്ടിക്കുലർ നല്ല ഒരു ഉപദേശം കിട്ടുവാണെന്നുണ്ടെങ്കിൽ പാസ്സാകാവുന്ന കോഴ്സ് തന്നെയാണ്. സിമ്പിളായിട്ട് ഒരിക്കലും പാസ്സാകാമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉള്ള കഴിവുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സും ഒരു തോൽവിയിൽ തോൽക്കുമെന്നല്ല പറഞ്ഞു, തോൽവി വന്നാൽ പോലും പിന്മാറാതെ മുന്നോട്ട് പോകാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ പാസ്സാകാവുന്നുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ജനുവരി 2026 കണ്ടക്ട് ചെയ്ത ഫൈനലിന്റെ റിസൾട്ട് പാസ് പെർസെൻറ്റേജ് പറഞ്ഞാൽ 2 ഗ്രൂപ്പും കൂടെ പാസ്സായ 11% താഴെ ആൾക്ക് 10.97% പാസ് പെർസെൻറ്റേജ്. അതായത് 100 പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ 11 പേരെ പാസ്സായിട്ടുള്ളൂ. ബോത്ത് ഗ്രൂപ്പാണ് പറയുന്നത്. ആ ബോത്ത് ഗ്രൂപ്പ് പാസ്സാകുന്നവരെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് മെമ്പറായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പിനകത്ത് 21.03%, സെക്കൻഡ് ഗ്രൂപ്പിനകത്ത് ആ ഗ്രൂപ്പ് മാത്രം എഴുതിയവര് 9.76% പാസ് പെർസെൻറ്റേജ്. അതേസമയം ഇതിന് മുമ്പിലത്തെ സെപ്റ്റംബർ 25 അറ്റംപ്റ്റിൽ ബോത്ത് ഗ്രൂപ്പ് പാസ്സായവർ 16% ആൾക്കാരുണ്ട്. ഓരോ സമയത്ത് റിസൾട്ട് ഈ പറഞ്ഞ പോലെ എഴുതുന്ന എല്ലാവരും പാസ്സാകുന്നില്ല. ഇതും അതിന് മുമ്പ് ഇന്റർമീഡിയറ്റ് ലെവലിൽ ഇതേപോലെ തന്നെയാണ്, പാസ് പെർസെൻറ്റേജ് കുറവാണ്. അന്നേരം ഫിൽട്ടർ ചെയ്താണ് വരുന്നത്. ഓട്ടോമാറ്റിക്കലി ഒരു ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. എഴുതുന്നവരിൽ എല്ലാവരും പാസ്സാകുന്നില്ല. ഇതുപോലെ 10-20% ആൾക്കാരാണ് പാസ്സാകുന്നത്. അവരാണ് ഫൈനൽ ലെവലിൽ വരുന്നത്. അവരാണ് ഈ പറഞ്ഞ പോലെ 10% മുതൽ 15% വരെ പാസ്സാകുന്നത്. അന്നേരം ഇതൊരു ബുദ്ധിമുട്ടേറിയ പരീക്ഷയാണെന്നും മനസ്സിലാക്കി ക്ഷമയോടുകൂടി ഇടയ്ക്കൊരു തോൽവി വന്നാൽ പിന്മാറാതെ പിന്നെയും സ്ഥിരോത്സാഹത്തോടുകൂടി കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്സാകാവുന്നതേ ഉള്ളൂ. നോർമലി ഒത്തിരി കണ്ടിട്ടുള്ളൊരു കാര്യം, CA-ക്കാരുടെ മക്കൾ CA-ക്കാരാകുന്നു, ഡോക്ടർമാരുടെ മക്കൾ ഡോക്ടർമാരാകുന്നു. അന്നേരം താല്പര്യം എപ്പോഴാണോ വരുന്നത്, അതാണ് ബേസിക്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരിക്കും എന്നെ അച്ഛനെ പോലെ CA-ക്കാർ. എൻ്റെ മോന് ചുമ്മാ എൻ്റെ വിസിറ്റിംഗ് കാർഡിന്റെ ബാക്കിൽ അവന്റെ പേര് CA സിദ്ധാർത്ഥ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് അവന് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, അവന് 7 വയസ്സുള്ളപ്പോഴാണ് അത് എഴുതി. അവന് ഇതിനെ കുറിച്ച് എന്തോ ഒന്നും അറിയത്തില്ല. എന്റെ വിസിറ്റിംഗ് കാർഡ് കണ്ടു, അതിന്റെ പുറകിൽ അവനെ എഴുതി. ഇതൊരു താല്പര്യത്തിന്റെ പുറത്തല്ല. പക്ഷെ എനിക്ക് ആഗ്രഹം കാണും, കാരണം ഞാൻ വളർത്തിക്കൊണ്ടുവരുന്ന ബിസിനസ് ഒരാൾ അനന്തരാവകാശിയായിട്ട് കാണണമെന്ന് ആഗ്രഹം കാണും. അന്നേരം മിക്കവാറും ഈ മക്കൾ മിക്കവാറും കേസിൽ മക്കള് CA-ക്കാർ തന്നെ. കാരണം ഒരു ബിസിനസ് ജനറേറ്റ് ചെയ്ത് വരാനായിട്ടൊരു സമയമെടുക്കും. അന്നേരം ഉണ്ടാക്കിയ ഫയൽസ് നോക്കാൻ ഒരാൾ എന്നുള്ള രീതിയിൽ ഇപ്പം 10ാം ക്ലാസ്സിലാണ് ആൾക്ക് താല്പര്യം തോന്നുന്നതെങ്കിൽ 10ാം ക്ലാസ് തീരുമാനം എടുക്കണം, കൊമേഴ്സിന് ജോയിൻ ചെയ്യണം. പക്ഷെ സയൻസ് പാസ്സായവർ ഒത്തിരി പേര് BSc ഉള്ളവര് എൻ്റെ ടീച്ചർമാരായിട്ടും ഉണ്ട്, BSc ഉള്ളവര് റാങ്ക് കിട്ടിയിട്ടുണ്ട് ഫൈനലില്. അങ്ങനെ താല്പര്യം എപ്പോഴാണോ വരുന്നത് അന്നേരം. എന്നാലും ബേസിക്കലി ഒരു 10ാം ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ തീരുമാനം എടുക്കണം. കാരണം അക്കൗണ്ടിങ്ങിന്റെ ബേസിക് നമ്മൾ പഠിക്കുന്നത് പ്ലസ് ടുവിലാണ് ഈ പറഞ്ഞ പഴയ ഫോർത്ത് ഗ്രൂപ്പ്, അതായത് കൊമേഴ്സ് എന്നുള്ള സബ്ജക്ട് എടുത്താണ് ബേസിക്കലി ഇതിന് ബേസിക് തുടങ്ങുന്നത്. പ്ലസ് 1 അക്കൗണ്ട്സിന്റെ ബേസിക്സ് തുടങ്ങുന്നത്. അന്നേരം 10ാം ക്ലാസ്സിലെങ്കിലും ഈ തീരുമാനം എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനുശേഷം എടുത്താലും കുഴപ്പമൊന്നുമില്ല. BSc-ക്കാർ മാത്സ് എടുത്തവരും മറ്റു പല സ്ട്രീമിൽ നിന്നുള്ള ഒത്തിരി പേര്. എൻ്റെ ഒരു സ്റ്റുഡന്റ് BA ഇംഗ്ലീഷ് ആയിരുന്നു. പുള്ളി അച്ചമ്പട്ടത്തിന് പോയിട്ട് അച്ചമ്പട്ടൻ ഉപയോഗിച്ചിട്ടും നിർത്തിയിട്ട് CA-ക്ക് പഠിക്കാൻ വന്ന പുള്ളി ഇന്റർ പാസ്സായിട്ടാണ് എൻ്റെ അടുത്തുനിന്ന് പോയത്. അവർക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്, തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. കാരണം ഇത് പഠിക്കാനായിട്ട് അക്കൗണ്ട്സിന്റെ ബേസിക്സ് അവർ പഠിച്ചെടുക്കാനായിട്ട്, കാരണം അവർ മറ്റു പല കാര്യങ്ങളും പഠിച്ച് ഇരിക്കുക. പക്ഷെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ആ ലോജിക്ക് അല്ലെങ്കിൽ അതിന്റെ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ള ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടേ കാണത്തുള്ളൂ. സാധാരണ ജനങ്ങൾ അവരുടെ പണവും ടാക്സും ഒക്കെ സിമ്പിൾ ആയിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ അഡ്വൈസ് സാധാരണ കൊടുക്കുവാണെങ്കിൽ എന്തായിരിക്കും? ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വരവ് നോക്കി വേണം ചെലവ് നടത്താനായിട്ട്. നമ്മുടെ കേരളത്തിൽ പൊതുവെ കാണുന്ന ഒരു ട്രെൻഡാണ്, കൂട്ടുകാരന് അതുണ്ട് അല്ലെങ്കിൽ അയലോക്കത്ത് അതുണ്ട്, അതുകൊണ്ട് എനിക്കും വേണമെന്നുള്ളൊരു ഇത്. നമ്മുടെ ഇൻകം പോലും മനസ്സിലാക്കാതെ ഇപ്പം ബജാജ് ഫിനാൻസും ഒക്കെ കിട്ടുന്നതുകൊണ്ട് ഫോണൊക്കെ ഏത് ഫോണാണ് ഓരോരുത്തരുടെ കയ്യിലുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും. നമുക്ക് വരുമാനം ഒരാളുടെ അറിയാം, പക്ഷെ ആളുടെ കയ്യിലെ സൗകര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അയാളുടെ വരുമാനമായിട്ട് മാച്ച് ആകത്തില്ല. നമ്മൾ ഏറ്റവും ബേസിക്കലി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇൻകവുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതി വേണമായിരിക്കണം നമ്മുടെ സ്പെൻഡിങ് പാറ്റേൺ. ഇത് ഇൻകം ടാക്സ് നോട്ടീസ് വരെ വരാം, നോട്ടീസ് പോലും വരാം. അതായത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്ത ഒരാൾ ബെൻസ് വാങ്ങിച്ചാൽ അയാൾക്ക് നോട്ടീസ് വരും. കാരണം അയാളുടെ ഇൻകം എന്ന് പറയുന്നത് IT ഫയൽ ചെയ്തിട്ടില്ല, ഇൻകം എത്രയാണെന്ന് അറിയത്തില്ല, പക്ഷെ ബെൻസ് വാങ്ങിക്കുന്നു, നോട്ടീസ് ഉറപ്പായിട്ടും വരും. അതേപോലെയാണ്, അതായത് നമ്മുടെ ഇൻകത്തിനകത്ത് വരവിനകത്ത് ചെലവ് നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ ബേസിക്കലി പ്ലാൻ ചെയ്യണം. ഓവർ സ്പെൻഡിങ് പാടില്ല. പിന്നെ സേവിങ്സ് വേണമെന്നുള്ള ഒരു
ഇതുണ്ട്. കാരണം നമ്മൾ കോവിഡ് സമയത്ത് കണ്ടതാണ്, വരുമാനം പെട്ടെന്ന് നിലച്ചപ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അതായത് നമുക്കൊരു 6 മാസത്തെ ഒരു സേഫ് ഫണ്ട്സ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. ഒരു എന്തെങ്കിലും ഒരു ക്രൈസിസ്, നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടോ ഹെൽത്ത് ഇഷ്യൂസോ എന്തെങ്കിലും വന്നാൽ നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കാതെ നമ്മുടെ കാര്യങ്ങൾ 6 മാസം അല്ലെങ്കിൽ 1 വർഷം എമർജൻസി ഫണ്ട്സ് നമ്മൾ കരുതണം. അതായത് നമ്മൾ ഏറ്റവും ബേസിക്കലി ചെയ്യേണ്ടത് നമ്മുടെ വരവ് എത്ര ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക, നമ്മുടെ ചെലവുകളും ഒന്ന് നോട്ട് ചെയ്യുക. ഇത് എഴുതുമ്പോഴേ നമ്മൾ മനസ്സിലാകത്തുള്ളൂ. ചിലർ പണ്ട് പറയുന്നേക്കാം 15 ഒക്കെ ആകുമ്പോഴത്തേക്ക് ശമ്പളം എല്ലാം തീർന്നു, പിന്നെ ആരോടെങ്കിലും കടം വാങ്ങിക്കുക, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് നടക്കുക. നമ്മൾ ബേസിക്കലി ഇതൊന്ന് എഴുതിയാൽ നമുക്ക് ആ ഒരു പേടി തന്നെ വരും. അതായത് നമ്മുടെ ഇൻകം എത്രയാണ്, ഇൻകം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇൻകം നമുക്ക് അറിയാമല്ലോ. എക്സ്പെൻസസ് ഒന്ന് എഴുതി നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ ഐറ്റത്തിലും ചെലവാക്കുന്ന എമൗണ്ട് മനസ്സിലാക്കുമ്പോഴത്തേക്ക് അയ്യോ ഇത്രയാണോ എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. എഴുതുമ്പോഴത്തേക്ക് അയ്യോ ഇത്രയുമാണോ എന്ന് നമുക്കൊരു ടെൻഷൻ വരികയും നമ്മൾ നമ്മുടെ എക്സ്പെൻസസ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാകും. അതാണ് ബേസിക്കലി നമ്മൾ ഒന്ന് മോണിറ്റർ ചെയ്താൽ മതി. നമ്മൾ ഏൺ ചെയ്യുന്നു, കുറച്ച് സേവ് ചെയ്യുന്നു, എന്നിട്ട് വേണം സ്പെൻഡ് ചെയ്യാനായിട്ട്. അല്ലാതെ സ്പെൻഡിങ്ങിലേക്ക് മാത്രം പോകാതെ സേവിങ്സിന് ഒരു പ്രാധാന്യം കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് നമ്മുടെ സ്പെൻഡിങ് പാറ്റേൺ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട്. അത് നമ്മുടെ ഇൻകോയായിട്ട് മാച്ച് ആകുന്നതാണോ എന്നുള്ളതൊന്ന് നോക്കണം.